SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 3 എക്കണോമിക് തിയറി ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് എന്ന മൊഡ്യൂളിലെ ടോപ്പിക്കായിട്ടുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന വിഷയത്തിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ പ്രൈവറ്റ് ടെലഗ്രാം കോഴ്സ് ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. പിന്നെ നമ്മുടെ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. നിങ്ങൾക്ക് 500 രൂപ അടച്ചിട്ട് ബാക്കി വരുന്ന കോഴ്സ് ഫീ നിങ്ങൾക്കൊരു 3 തവണകളായിട്ടോ അല്ലെങ്കിൽ ഒരു 4 തവണകളായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അടച്ച് തീർക്കാവുന്നതാണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. 81 29 529 102 എന്ന വാട്സപ്പ് നമ്പറിൽ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മുടെ സിലബസിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്, അതിൻ്റെ ക്ലാസ്സുകൾ ചെയ്തു. നമ്മൾ കോഴ്സ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തു. 3 ക്ലാസ്സുകൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3 ക്ലാസ് ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സിൻ്റെ 3 ക്ലാസ്സുകളും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തു, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള. അതുപോലെ തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ച്, ഇതിൻ്റെയും ഒരു 3 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഭാഗമായിട്ട് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് 2 ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്തതാണ്. ഇനി നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ടോപ്പിക്കിനെ മാത്രം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. വളരെ വലിയൊരു ടോപ്പിക്കാണ് ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഇവിടുന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞാൽ ഇതിന്റെ പ്രിന്റ് എടുക്കാനുള്ള ഫുൾ സ്റ്റഡി നോട്ട്, ഈ ഡിമാൻഡ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നതിന്റെ മുഴുവൻ ഡീറ്റെയിൽ ചെയ്തുള്ള നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ നോട്ടും ഈ ഡിമാൻഡ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ മുഴുവനായിട്ടുള്ള ക്വസ്റ്റ്യൻസും അടങ്ങുന്ന ഒരു PDF ആയിരിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലെ പ്രിന്റിംഗ് നോട്ട് എന്ന് പറയുന്ന ഫോൾഡറിലുള്ള മെറ്റീരിയലുകൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിന്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, പല ആളുകളും PPT നോട്ടുകളൊക്കെ പ്രിന്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഓരോ ടോപ്പിക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ നമ്മൾ ഈ ഒരു പ്രിന്റിംഗ് നോട്ട് എന്നുള്ള ആ ഒരു ഫോൾഡറിൽ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ടോപ്പിക് അനുസരിച്ച് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വില പ്രതിസ്പന്ദനാത്മകത. അപ്പൊ നമുക്കറിയാം പരീക്ഷ മലയാളത്തിലാണ്. അപ്പൊ ഇതിന്റെ മലയാളം ടേമുകൾ ഇതിന്റെ കൂടെ പഠിച്ചു വെക്കുക. ഡയറക്റ്റ് ഇംഗ്ലീഷിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ചോദനത്തിന്റെ വില പ്രതിസ്പന്ദനാത്മകത, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ആൽഫ്രഡ് മാർഷലാണ് ഈ ആശയം സാമ്പത്തിക ശാസ്ത്രത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോട്ടിൽ ഇതിന്റെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ നോട്ടിൽ നമ്മൾ ചില ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇവിടെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ആൽഫ്രഡ് മാർഷലാണ് ഈ ആശയം സാമ്പത്തിക ശാസ്ത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇലാസ്തികത ഗുണകം എന്ന ആശയത്തോടൊപ്പം 1890 പ്രസിദ്ധീകരിച്ച പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക്സിൽ ആവശ്യകതയുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നിർവചിച്ച ബഹുമതി ആർക്കുണ്ട്? ആൽഫ്രഡ് മാർഷലാണ്. അപ്പൊ ഏത് പുസ്തകത്തിലാണ് അദ്ദേഹം പ്രതിപാദിച്ചത്? പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക്സ് 1890 അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. ഇലാസ്തികത എന്ന ആശയം കണ്ടുപിടിച്ചതിന് 4 വർഷത്തിന് ശേഷമാണ് ആൽഫ്രഡ് മാർഷൽ ഡിമാൻഡിന്റെ വില ഇലാസ്തികത കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിമാൻഡിന്റെ വില ഇലാസ്തികതയ്ക്കുള്ള സമവാക്യം ലഭിക്കാൻ അദ്ദേഹം കോർണോട്ടിന്റെ ഡിമാൻഡ് കർവിന്റെ അടിസ്ഥാന സൃഷ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ഡിമാൻഡ് വില ഇലാസ്തികത എന്നുള്ള സമവാക്യം അദ്ദേഹം കണ്ടെത്തുന്ന ഇവിടുന്നാണ്. കുർണോട്ട് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. കോർണോട്ട് ഡിമാൻഡ് കർവിന്റെ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് കർവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതിന്റെ വില ഇലാസ്തികത കണ്ടുപിടിച്ചത്. ഈ കോർണോട്ട് ഡുവോപോളി മോഡൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ പഠിക്കുന്നത്. കാരണം നമ്മുടെ സിലബസിൽ അതൊന്നുമില്ല. ഓക്കെ, അപ്പൊ കോർണോട്ടിന്റെ ഡിമാൻഡ് കർവ് എന്നാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ ഒരു സമവാക്യം അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ളത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, വിലയിലുള്ള മാറ്റം മൂലം ചോദനത്തിന്റെ അളവിൽ എത്രമാത്രം മാറ്റം ഉണ്ടാവുമെന്ന് നിർണ്ണയിക്കാൻ വില ഇലാസ്തികതയ്ക്ക് കഴിയുമെന്നുള്ളതാണ്. അതിന്റെ ഇക്വേഷൻ ഒക്കെ താഴെ നിങ്ങൾക്ക് കാണാം. PD = പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. നമുക്ക് നോക്കാം. അപ്പൊ ഒരു സാധനത്തിന്റെ വിലയിലെ മാറ്റം മൂലം ആ സാധനത്തിന്റെ ചോദനത്തിലെ അളവിലുണ്ടാകുന്ന പ്രതിസ്പന്ദനാത്മകതയെ ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സാധനത്തിന്റെ വില കൂടിയപ്പോൾ അതിന്റെ അളവിൽ എത്ര മാറ്റം ഉണ്ടായി?
ഇപ്പൊ 5 രൂപ എന്നുള്ള സാധനം 10 രൂപയായപ്പോൾ 5 രൂപക്ക് അത് വിൽക്കുന്ന സമയത്ത് 100 ഡിമാൻഡ് ഉണ്ടായിരുന്നു, 100 ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് 10 രൂപയായപ്പോൾ അത് 70 അതിന്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ ആ ഡിമാൻഡ് എത്ര ആണ് കുറഞ്ഞത്? ഇപ്പൊ പ്രൈസ് ഒരു എത്ര ശതമാനം കൂടിയപ്പോൾ എത്ര ശതമാനം ഡിമാൻഡിൽ വേരിയേഷൻ ഉണ്ടായി എന്നുള്ളതാണ് എന്തുള്ളത് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിസിറ്റി, പ്രതിസ്പന്ദനാത്മകത എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ അതിങ്ങനെ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും അല്ലെ. അതിങ്ങനെ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ചിലപ്പോൾ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി കൂടും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇലാസ്റ്റിസിറ്റി കൂടുക എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഡിമാൻഡിന്റെ അളവ് കൂടും. അപ്പൊ അവിടെ ഇലാസ്റ്റിസിറ്റി എത്ര മാറ്റം സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ഇലാസ്റ്റിസിറ്റി കൂടിയതാണോ കുറഞ്ഞതാണോ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ വിലയിലുള്ള മാറ്റം മൂലം ചോദനത്തിന്റെ അളവിൽ എത്രമാത്രം മാറ്റം ഉണ്ടാകുന്നു എന്ന് നിർണ്ണയിക്കാൻ വില ഇലാസ്തികയ്ക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധനത്തിന്റെ വിലയിലെ മാറ്റം മൂലം ആ സാധനത്തിന്റെ ചോദനത്തിലെ അളവിൽ ഉണ്ടാകുന്ന പ്രതിസ്പന്ദനാത്മകതയെ ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് കാണുന്നത്. ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ ശതമാനത്തെ വിലയിലുള്ള മാറ്റത്തിന്റെ ശതമാനം കൊണ്ട് ഹരിച്ച് വില ഇലാസ്തികത കണക്കാക്കാം. അപ്പൊ ആദ്യം ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ ശതമാനം ഹരിക്കണം വിലയിലുള്ള മാറ്റത്തിന്റെ ശതമാനം. അപ്പോൾ ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ ശതമാനം ഡിവൈഡഡ് ബൈ വിലയിലെ മാറ്റത്തിന്റെ ശതമാനം. അതാണ് ഇത് നമ്മുടെ PED എന്ന് പറയുന്നത്. ഓക്കെ, PED ഈക്വൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. PED പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഉണ്ടാവും ഈ ഒരു ചേഞ്ച് ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ആണ് സൂചിപ്പിക്കുന്നത്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, ഇനി വില പ്രതിസ്പന്ദനാത്മകതയുടെ തീവ്രതകളാണ് നമ്മൾ കണക്കാൻ പോകുന്നത്. ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, വില പ്രതിസ്പന്ദനാത്മകതയുടെ തീവ്രതകൾ, ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഓരോ സാധനത്തിന്റെയും പ്രതിസ്പന്ദനാത്മകത വ്യത്യസ്തമായിരിക്കും. ഓരോ സാധനത്തിന്റെയും പ്രതിസ്പന്ദനാത്മകത എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പൊ ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് പ്രതിസ്പന്ദനാത്മകത നമുക്ക് 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ചോദനത്തിന്റെ അളവിലുള്ള മാറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് പ്രതിസ്പന്ദനാത്മകതയെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. അതിലൊന്ന് ഏതാണ്? ഇലാസ്തിക ചോദനം, ഇലാസ്റ്റിക് ഡിമാൻഡ്. ദെൻ ഇലാസ്തികമല്ലാത്ത ചോദനം, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഏകാത്മക ഇലാസ്റ്റിക് ചോദനം, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. പൂർണ്ണ ഇലാസ്തിക ചോദനം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആകെ ബുദ്ധിമുട്ടായിട്ട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല, കിളി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലയാളം ടേമുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിപ്പിക്കുക. അപ്പൊ ഇലാസ്തികത, ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക്, ഇലാസ്തികമല്ല. അവിടെ ഇന്ന് കൊടുത്ത അല്ലാത്തത് എന്നാവട്ടോ. ഇൻഇലാസ്റ്റിക്, ഇലാസ്തികമല്ലാത്ത ചോദനം. അല്ലെങ്കിൽ ഇലാസ്തികത കുറഞ്ഞാന്ന് അതിനർത്ഥമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു അപ്ലൈഡ് ലെവൽ ചോദ്യം ഉണ്ടായിരുന്നു. താഴെ തന്നിരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഇലാസ്തികത കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചത്. അത് ഇൻഇലാസ്റ്റിക്കുമായി റിലേറ്റ് ചെയ്താണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഏകാത്മക ഇലാസ്തിക ചോദനം അത് പഠിക്കാൻ ഈസിയാണ്. ഏകാത്മക, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ദെൻ പൂർണ്ണ ഇലാസ്തിക ചോദനം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ദെൻ പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ചർച്ച ചെയ്യാം. ഒന്ന് ഇലാസ്തിക ചോദനം, ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതിനെ ഇലാസ്തിക ചോദനത്തെ ഉയർന്ന ഇലാസ്തിക ചോദനം എന്നും പറയാറുണ്ട്. ഈ ഒരു ഇലാസ്തിക ചോദനത്തെ ഉയർന്ന ഇലാസ്തിക ചോദനം എന്നും പറയാറുണ്ട്. കൂടുതൽ ചോദനത്തിലുള്ള ശതമാനമാറ്റം വിലയിലുള്ള ശതമാനമാറ്റത്തെക്കാൾ കൂടുതലാണെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പറയുന്നത്. ചോദനത്തിലുള്ള ശതമാനമാറ്റം വിലയിലുള്ള ശതമാനമാറ്റത്തെക്കാൾ കൂടുതലാണെങ്കിൽ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ശതമാനമാറ്റം ഏതിനാണ് ഉണ്ടാവുക? ചോദനത്തിലായിരിക്കും. അപ്പൊ ചോദനത്തിലുള്ള ശതമാനമാറ്റം വിലയിലുള്ള ശതമാനമാറ്റത്തെക്കാൾ കൂടുതലാണെങ്കിൽ അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്, ഇലാസ്റ്റിക് ചോദനം. ഞാൻ ഇതിന്റെ ഡയഗ്രം ഒക്കെ വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിലയിൽ 10% മാറ്റം ഉണ്ടായി, ചോദനത്തിൽ 30% മാറ്റം ഉണ്ടായി. കറക്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ചോദനത്തിലുള്ള അളവിലുള്ള ശതമാനമാറ്റം വിലയിലുള്ള ശതമാനമാറ്റത്തെക്കാൾ കൂടുതലായിരിക്കണം. ശരിയല്ല ഇവിടെ കാണുന്നത്? വിലയിൽ 10% മാറ്റം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ 10% മാറ്റം ഉണ്ടായെന്ന് ഉദ്ദേശിച്ച് ചിലപ്പോ 10% കുറവോ കൂടുതലാവാം. അപ്പൊ ഇവിടെ ചോദനത്തിൽ 30% മാറ്റം ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചോദനത്തിലുള്ള ശതമാനമാറ്റമാണ് കൂടുതൽ, വിലയിലുള്ള ശതമാനമാറ്റത്തെക്കാൾ കൂടുതലാണെങ്കിൽ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നു. ഓക്കെ, യെസ്. അപ്പോ അടുത്തൊരു പ്രധാന പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉയർന്ന ഇലാസ്തിക ചോദനമായിരിക്കുമ്പോൾ, അതായത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കുമ്പോൾ ഇലാസ്തികതയുടെ കേവല മൂല്യം 1നേക്കാൾ ഉയർന്നതായിരിക്കും.
പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇങ്ങനെ ഉയർന്ന ഇലാസ്തിക ചോദനമായിരിക്കുമ്പോൾ, അതായത് ഇലാസ്റ്റിക് ഡിമാൻഡ് എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും? ഇലാസ്തികതയുടെ കേവല മൂല്യം ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഇലാസ്റ്റിസിറ്റി കാണുമ്പോൾ നമ്മൾ ഇനി അതിന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. ആ ഇലാസ്റ്റിസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ഒന്നിനേക്കാൾ കൂടുതൽ, അതായത് 1.1, 1.2 അല്ലെങ്കിൽ 3, 2, 4 ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ, ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ 1.1 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ കൂടുതലാണല്ലോ, അതാണെങ്കിൽ അതൊക്കെ എന്താണ്? ഇലാസ്തിക ചോദനമായിരിക്കും, ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുക, ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1. ഈ സിമ്പിൾ ഏതാ? ഗ്രേറ്റർ ദാൻ എന്നല്ലേ? ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒന്നും മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ഇത് ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ, അപ്പോ ഉയർന്ന ഇലാസ്തിക ചോദനമായിരിക്കുമ്പോൾ ഇലാസ്തികതയുടെ കേവല മൂല്യം ഒന്നിനേക്കാൾ ഉയർന്നതായിരിക്കും. ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1. യെസ്. ഇനി നമ്മുടെ ഡയഗ്രത്തിലേക്ക് വരിക. ഡയഗ്രത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, യെസ്, എന്താണ് ഇതിന്റെ ചോദന വക്രം? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത എന്താണ്? ഡിമാൻഡ് കർവ് കൂടുതൽ പരന്നതായിരിക്കും. കണ്ടോ? ഡിമാൻഡ് കർവ് കൂടുതൽ പരന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രധാന പോയിന്റിലേക്ക് വരുന്നുണ്ട്. കണ്ടോ? Q1 ചോദനത്തിലുള്ള ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കൂടുതലായിരിക്കും. അല്ലേ? ഡയഗ്രം ക്ലിയർ അല്ലേ? ഇപ്പൊ ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കൂ, ഡയഗ്രത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ എന്താണ്? ചോദനത്തിലുള്ള ശതമാന മാറ്റം. നിങ്ങൾ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ Q1 എന്നുള്ള ശതമാന മാറ്റം നോക്കൂ. ഇത് വിലയിലുള്ള മാറ്റത്തിനേക്കാൾ കൂടുതലല്ലേ? ഇവിടുന്ന് ഇത്രയും ദൂരമല്ലേ ഏറ്റവും കൂടുതൽ? ഇവിടുന്ന് ഇത്രയല്ലേ ഉള്ളൂ. P-ന്ന് P1ലേക്കുള്ള ദൂരം, Q1ലേക്കുള്ള ദൂരം നോക്കൂ. ഏറ്റവും കൂടുതൽ ദൂരം എവിടെയാണ്? Q1 എന്നാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്തുള്ളത്, ഇവിടെ നമുക്കത് ഇലാസ്റ്റിക ചോദന. നിങ്ങൾ നോക്കിക്കോളൂ, ഡിമാൻഡ് കർവ് കൂടുതൽ പരന്നതായിരിക്കും. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാട്ടോ. കാരണം താഴെ തന്നിരിക്കുന്നതിൽ ഇലാസ്തിക ചോദനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം, തെറ്റായ പ്രസ്താവന, ഈ രീതിയിലാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്ക് ഡയഗ്രം ഒക്കെ മനസ്സിലാക്കി പഠിച്ച്, കാണാതെ പഠിക്കുന്ന രീതിയല്ല ശരിക്കും ഇവിടെ. കാണാതെ പഠിക്കണം, എങ്ങനെ മനസ്സിലാക്കി കാണാതെ പഠിക്കണം. അപ്പൊ അത് കുറച്ച് പണിയാണ്. അത് നമ്മൾ കറക്റ്റ് ആ തിയറിയുടെ അതിന്റെ ഗ്രാഫുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രാഫൊക്കെ വരച്ച് അത് എന്താണ് ആ തിയറി പറയുന്നത്, അതിന്റെ അപ്ലൈഡ് ലെവൽ എവിടെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ചോദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് അപ്ലൈഡ് ലെവൽ ചോദ്യമാണ് ഇലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചത്. അപ്പൊ നമ്മുടെ +2 പുസ്തകമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ പുസ്തകത്തിലൊക്കെ ഇതെന്താണെന്ന് പറയുന്നുള്ളൂ. എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ ഇതിൽ ഇത്ര മാറ്റം ഉണ്ടാകുമ്പോൾ ഇവിടെ ഇത് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും എന്നുള്ള മാറ്റത്തെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത് പഠിച്ചു പോയി. പക്ഷേ ഇത് ഡെയിലി ലൈഫിൽ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് ഉൽപ്പന്നങ്ങൾ തന്നിട്ട്, കാരണം നമ്മൾ നിത്യോപയോഗ സാധനമാണ്, അത് തന്നിട്ട് എന്ത് ചെയ്യാണ്, ഇത് ഏത് തരം ഇലാസ്റ്റിക് ആണോ, ഇൻഇലാസ്റ്റിക് ആണോ, അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക്കിനുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം, ഇലാസ്റ്റികത കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം. അപ്പൊ നിങ്ങൾ ആ ചോദ്യത്തിന്റെ ലെവലൊന്ന് നോക്കുക. അല്ലെ? ഒരു പിടി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എന്താന്ന് മാത്രം പറഞ്ഞാൽ അതിലേക്ക് ഒരു പിടി കൂടി മുന്നിലോട്ട് പോയിട്ടാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലാസ്തിക ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇതിനുള്ള ഇങ്ങനെ ഇലാസ്തികമാവാനുള്ള കാരണം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പറഞ്ഞു. നമ്മുടെ പ്രിന്റിംഗ് സ്റ്റഡി നോട്ടിൽ വളരെ വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാടപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ സമയം തീരില്ല. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വളരെ അടുത്തായിട്ടുണ്ട് അല്ലെ? തീരുമാനങ്ങളൊക്കെ നമ്മുടെ HSA അടുത്ത് വരും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. എന്നാൽ കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നോട്ടിൽ വളരെ വിശദമായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. ഓക്കെ, എത്രത്തോളം എവിടുന്നൊക്കെ നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള മെറ്റീരിയലുകൾ കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മൾ പരതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കതൊക്കെ തിരുത്തി അടുത്ത ക്ലാസ്സിലൊക്കെ പോകാം. അപ്പൊ ഇത് പഠിച്ചു നോക്കുക, ഇലാസ്തിക ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ. ഇപ്പൊ ഈ താഴെ കാണുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും? വിലയിലൊരു മാറ്റം ഉണ്ടാവുമ്പോൾ ആ വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കൂടുതലായിരിക്കും അതിന്റെ ചോദനത്തിലുള്ള ശതമാന മാറ്റം എന്ന് പറയുന്നത്. ഉദാഹരണം, ആഡംബര കാറുകൾ, റെസ്റ്റോറന്റ് ഭക്ഷണം. ഇപ്പോ ഒരു ആഡംബര കാറ് എല്ലാവർക്കും വാങ്ങാൻ താല്പര്യമുണ്ട്. ഒരു ദിവസം അവർ പറയാണ് ഇതിന്റെ വില ഒരുപാട് കുറഞ്ഞു അല്ലെ, സാധാരണ ഉള്ളതിനേക്കാൾ ഒരുപാട് വില കുറഞ്ഞു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതാ കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുള്ളതാണ് ആഡംബര കാറുകളുടെ വില കുറഞ്ഞാൽ. അതേപോലെ തന്നെ റെസ്റ്റോറന്റ് ഭക്ഷണം. ഇപ്പൊ റെസ്റ്റോറന്റ് ഭക്ഷണത്തിനൊക്കെ വില വളരെ കൂടുതലായിരിക്കും. അപ്പൊ അവരൊരു ഓഫർ നോക്കുകയാണ്, ഇനി ഒരു ദിവസം ഇപ്പോ നിങ്ങൾക്ക്
ഇത്ര രൂപക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചിക്കൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രോസ്റ്റ്, അൽഫാം ഇങ്ങനെയുള്ള അറേബ്യൻ ഡിഷസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വില കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ കോംബോ പാക്ക് എന്നൊക്കെ പറയും. ഇപ്പോൾ നോമ്പിനൊക്കെ കാണാൻ കോംബോ പാക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ശരിക്കും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കാണുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ലാഭമാണല്ലോ എന്ന് വിചാരിക്കണം. പക്ഷെ അത് സ്വാഭാവികമായിട്ടും സാധാരണ കഴിക്കുന്നതിനേക്കാൾ പ്രൈസ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ ഈ ഒരു സൈക്കോളജിക്കൽ പ്രൈസിങ് മോഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. 99, 199 എന്നൊക്കെ പറഞ്ഞ് പ്രൈസ് ഇടുമല്ലോ അല്ലെ, അതൊരു സൈക്കോളജിയാണ്. അപ്പൊ അതേപോലെ തന്നെ അവരെന്ത് ചെയ്യാണ്, ആ ഒരു ഇതിലൊക്കെ വിലയിൽ വേരിയേഷൻ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, അത് ഡിമാൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിസൈനർ വസ്ത്രങ്ങൾ, അവധിക്കാല വിമാന ടിക്കറ്റുകൾ, പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഉദാഹരണം സ്മാർട്ട് ഫോണുകൾ, ടെലിവിഷൻ, സിനിമ ടിക്കറ്റ് അല്ലെ, ഇതൊക്കെ ഇലാസ്തിക ചോദനമുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഇതിലൊക്കെ എന്താണ്, നമുക്കിത് അത്യാവശ്യമുള്ള സാധനങ്ങളല്ല അല്ലെ, ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പൊ നമുക്കറിയാം വാണ്ടും നീഡും. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ് ആൻഡ് വാണ്ട്? ഇപ്പൊ നീഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമുക്ക് അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എന്നാൽ വാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെ, അത്യാവശ്യമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. അതില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ പറഞ്ഞ പോലെ AC നീഡാണോ വാണ്ടാണോ എന്ന് പറയും, എയർ കണ്ടീഷൻ. അത് ഇപ്പൊ നിങ്ങൾ നോക്കുക, അത് വാണ്ടായിട്ടാണ് പറയുന്നത്, കാരണം അത് അത്യാവശ്യമുള്ള സംഭവമല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചൂട് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, ഇത് വാങ്ങില്ലാതെ നിവർത്തിയില്ല അല്ലേ. ഇപ്പൊ ചൂട് കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള ഒരു നീഡായിരിക്കും AC എന്ന് പറയുന്നത്. ഏതൊരു ചെറിയ വീട്ടിൽ എന്തുണ്ടായിരിക്കും, എയർ കണ്ടീഷൻ ഉണ്ടായിരിക്കും. കാരണം അതില്ലാതെ ജീവിക്കാൻ പറ്റൂല അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, ചില ഇലാസ്തികതയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പണ്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ, ലക്ഷറായി കണ്ട സാധനങ്ങളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും, അത് കോമൺ സാധനമാവും. കോമൺ സാധനമാകുമ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. നമ്മളത് ചർച്ച ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഈ ആഡംബര കാറുകൾ, റെസ്റ്റോറന്റ് ഭക്ഷണം, ഡിസൈനർ വസ്ത്രങ്ങൾ, അവധിക്കാല വിമാന ടിക്കറ്റ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സിനിമ ടിക്കറ്റ്, ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അത്യാവശ്യമല്ലാത്ത സാധനങ്ങളുടെ ഒക്കെ ഇലാസ്റ്റിക് ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മളിത് ശരിക്കും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ആൻസർ ചെയ്യേണ്ടതാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ചാടി കയറി ആൻസർ ചെയ്യരുത്, പ്രത്യേകിച്ച് എക്കണോമിക്സിന്റെ കാര്യങ്ങളിൽ. ഓക്കെ, എല്ലാം നന്നായിട്ട് തന്നെ വായിച്ചു നോക്കണം, എന്നാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ താഴത്തെ എന്തെങ്കിലും തെറ്റായ പ്രസ്താവന, ശരിയായ പ്രസ്താവന ഒക്കെ ശരിക്കും വായിച്ചു നോക്കണം അല്ലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലാസ്തിക ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ. ഡയഗ്രാം പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം ഡയഗ്രാം ഒക്കെ തന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ഏത് ഡയഗ്രമാണ്, ഈ തന്നിരിക്കുന്ന ഡയഗ്രാം ഏത് തരം ഇലാസ്റ്റിസിറ്റിയാണ് കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ഈസിയാണ് നമുക്ക് പഠിക്കാനും. ഇപ്പൊ നിങ്ങൾ ഇലാസ്റ്റിക് ഡിമാൻഡ് ഏറ്റവും കൂടുതൽ അവിടെ ചേഞ്ച് ഡിമാൻഡിൽ എന്താ പറയുന്നത്, ചോദനത്തിൽ അളവിലുള്ള മാറ്റമാണ് ഏറ്റവും കൂടുതൽ വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ. അത് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ആ ഒരു ഈ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേവല മൂല്യം, ഈ ഗ്രേറ്റർ ദാൻ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, ഓക്കെ, ഇലാസ്റ്റിസിറ്റി, ഉയർന്ന ഇലാസ്റ്റിക ചോദനം ഉണ്ടായിരിക്കുമ്പോൾ ഇലാസ്റ്റികതയുടെ കേവല മൂല്യം എന്തായിരിക്കും, ഉയർന്നതായിരിക്കും. ഓക്കെ, യെസ്, ഇനി രണ്ടാമത്തേലേക്ക് പോവാണ്. ഇലാസ്തികമല്ലാത്ത ചോദനം, ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഈ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ അതിന്റെ ഉൽപ്പന്നങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഇലാസ്തികമല്ലാത്ത ചോദനം നോക്കാം. ഇപ്പൊ ഇവിടെ നേരെ തിരിയാൻ പോവാണ് നമ്മൾ പറഞ്ഞ പോയിന്റുകൾ. ചോദനത്തിലുള്ള ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കുറവാണെങ്കിൽ, നേരെ പറഞ്ഞതിന് നേരെ തിരിച്ചാട്ടോ, ചോദനത്തിലുള്ള ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കുറവാണെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയുന്നു. ഇപ്പൊ തന്നെ അത് പഠിച്ചു പോവുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഇവിടെ താഴുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് നോട്ടീസ് ചെയ്യാവുന്നതാണ്. വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരിക്കും അത് പഠിച്ചു പോവുക. ചോദനത്തിലുള്ള ശതമാന മാറ്റം എങ്ങനെയാണ് വരുന്നത്? യെസ്, വിലയിലുള്ള ശതമാന മാറ്റത്തേക്കാൾ കുറവാണെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയുന്നു. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. വിലയിൽ 20% മാറ്റം ഉണ്ടായപ്പോൾ ചോദനത്തിൽ 10% മാറ്റം ഉണ്ടാവും. അതായത് ആളുകൾ ഇപ്പോഴും കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, എങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കാം ഇലാസ്തികമല്ലാത്ത ചോദനത്തിൽ വരിക എന്നുള്ളത്. നമുക്ക് അത്യാവശ്യമായ സാധനങ്ങൾ, ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇതിന് നമ്മുടെ ഇന്ധനം, പെട്രോള്. ഇപ്പൊ എന്താ പെട്രോളിന് വില ലിറ്ററിന്?
ഏകദേശം 106.5, 107 തന്നെ റൗണ്ടായിട്ട് നമ്മുടെ വാഹനം ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മളിൽ നിന്നും ജോലിക്ക് നമ്മൾ പോകുന്നില്ല, ജോലി സ്ഥലത്തേക്ക് പണ്ട് പോകുന്നതിനേക്കാൾ ഓരോ ദിവസം നമ്മുടെ യാത്രയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വില കൂടുന്നതിനനുസരിച്ച് അവിടെ അതിൻ്റെ ഡിമാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഡിമാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ എത്ര ആളുകൾ ഇതിനു മുന്നേ ഉപയോഗിച്ചിരുന്നോ അവിടെ അതേ ഡിമാൻഡ് നമുക്ക് പിന്നെയും കാണാൻ പറ്റും. പിന്നെയും ഓരോ ദിവസം ആളുകൾ പുതിയ പുതിയ വാഹനങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് അവിടെ കൂടുകയാണ് ചെയ്യുക. വില അവിടെ കൂടുന്ന ഒരു ബാധകമേ അല്ല അല്ല. ഇപ്പൊ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ, അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, അതിന് വില കൂടി കഴിഞ്ഞാലും നമ്മൾ സാധനം വാങ്ങും അല്ലേ. ഇപ്പോൾ കുക്കിംഗ് ഓയിലുകൾ, ഇത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അല്ലേ. പാം ഓയിൽ, കുക്കിംഗ് ഓയിലുകൾ, ഉള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്കിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഏതൊക്കെയാണെന്നുള്ളത്. ഇലാസ്തികമല്ലാത്ത ചോദനമായിരിക്കുമ്പോൾ ഇലാസ്തികതയുടെ കേവല മൂല്യം 1 കുറവായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാട്ടോ, ലെസ് ദാൻ 1. ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനും പഠിക്കാൻ ഈസി ആട്ടോ. അപ്പൊ നിങ്ങൾ ഈ ലെസ് ദാൻ എന്നുള്ള സിമ്പൽ നിങ്ങൾ നോക്കൂ, ഇതൊരു എൽ ഷേപ്പ് അല്ലേ ശരിക്കും അല്ല. എല്ലിങ്ങനെ നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ എല്ലാം എഴുതാന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിങ്ങനെ ചെരിച്ചു കൊടുത്താണ് എന്ത് എല്ലിങ്ങനെയല്ല വരിക, എവിടെ കിടത്തണം, അതൊന്നിങ്ങനെ ഒന്നിങ്ങനെ ചെരിച്ചു കൊടുക്കുകയാണ്. ലെസ് ദാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രേറ്റർ ദാൻ കിട്ടൂലേ അല്ലേ. യെസ്. അപ്പോൾ ഇലാസ്തികമല്ലാത്ത ചോദനമായിരിക്കുമ്പോൾ ഇലാസ്തികതയുടെ കേവല മൂല്യം 1 കുറവായിരിക്കും. ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ. 1 കുറവായിരിക്കും നമ്മൾ പറഞ്ഞു. എന്താണ് ഈ 1 കുറവ്? 0.1, 0.5, 0.9, 0.98, 0.7, 0. ഈ 0 പോയിന്റ് സംഖ്യകൾ വരുന്നതൊക്കെയാണ് എന്നുള്ളത് 1 കുറവ്. മറ്റേത് 1 കൂടുതലാണ്, 1.1 അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ ഇലാസ്തികമല്ലാത്ത ചോദനമായിരിക്കുമ്പോൾ ഇലാസ്തികതയുടെ കേവല മൂല്യം 1 കുറവായിരിക്കും. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും പഠിച്ചു നോക്കുക. ഓക്കെ, ഇനി എന്താ പ്രത്യേകത? നേരത്തെ നമ്മൾ കണ്ട ഇലാസ്തിക ചോദനത്തില് ചോദനവക്രത്തിന് കൂടുതൽ പരപ്പായിരിക്കും, ഇവിടെ എന്തായിരിക്കും? കുറഞ്ഞ പരപ്പായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്, ചോദനവക്രത്തിന് കുറഞ്ഞ പരപ്പായിരിക്കും. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ഇപ്പൊ 4 പോയിന്റുകൾ, ഈ 4 കോപ്പി പേസ്റ്റ് ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ വന്ന് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റണ്ടേ. അപ്പൊ ആ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ലെസ് ദാൻ സിമ്പിൾ ഒക്കെ മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തായിരിക്കും? അപ്പൊ അതൊക്കെ ശരിക്കത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതായാലും ഇതിന്റെ ക്ലാസ് കഴിഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ. അപ്പൊ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പോൾ ക്ലാസ് നന്നായിട്ട് കേൾക്കുക. ഇതിന്റെ ഒരു രീതി അനുസരിച്ച് ക്ലാസ് നന്നായിട്ട് കേൾക്കുക, 1-2 പ്രാവശ്യം. ചില ആൾ ക്ലാസ് കേൾക്കണം എന്നുണ്ടാവില്ല, ഇതിന്റെ PPT നോട്ട് ഉണ്ടാവും, അത് വെച്ച് വായിച്ച് പഠിക്കാം. അല്ലെങ്കിൽ ക്ലാസ് കണ്ട് നോട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മോഡൽ ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ടല്ലോ, ഡീറ്റെയിൽ ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് കിട്ടാത്തത് എന്ത് ചെയ്യുക, ആ ഏരിയ പഠിക്കുക. അങ്ങനെയാണ് ഇത് പഠിച്ചു പോവുക അല്ലെ. നമ്മൾ നമ്മുടെ സിലബസിലെ കറക്റ്റ്, സിലബസിന് പുറത്തുള്ള സംഭവങ്ങളൊന്നും അല്ല, സിലബസിലെ കറക്റ്റുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചു പോകുന്നത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എത്രത്തോളം നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരാം അത്രത്തോളം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വിട്ടുപോകണമെങ്കിൽ നമ്മൾ ഇതൊക്കെ പിന്നെ നമ്മൾ എന്തെങ്കിലും റിവിഷൻ ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ആ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പിന്നെ നമ്മൾ പറയുന്നതായിരിക്കും. മാക്സിമം സംഭവങ്ങൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ചോദനവക്രത്തിന് കുറഞ്ഞ പരപ്പായിരിക്കും ഇലാസ്തികമല്ലാത്ത ചോദനത്തിൽ. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളുക. ഇലാസ്റ്റിക് ഡിമാൻഡ് ഏതൊക്കെയാണ്? ലക്ഷറി ഐറ്റം, അതായത് വെക്കേഷൻ, ഹൈ ആൻഡ് ഇലക്ട്രോണിക്സ്, ഈവൻ കോഫി ആർ എക്സാമ്പിൾ ഓഫ് ഇലാസ്റ്റിക് ഗുഡ്. സർവീസസ് ഹാവ് എ വെരി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി ഇൻഇലാസ്റ്റിക് ഡിമാൻഡോ? സ്റ്റേപ്പിൾ ഫുഡ്, മെഡിസിൻ, spices have an inelastic demand. A price change has little impact on the quantity demanded by consumers. Okay, അപ്പോൾ ഇവിടെ പ്രൈസ് ചേഞ്ച് ഒരു ചെറിയൊരു മാറ്റം ഇവിടെ ഉണ്ടാക്കുള്ളൂ എന്നുള്ളതാണ് ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത? ചോദനത്തിലുള്ള ശതമാന മാറ്റം വിലയിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കുറവിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയുന്നത്. അത് നിങ്ങൾ കണ്ടില്ലേ, വിലയിൽ 20% മാറ്റേണ്ട ചോദനത്തിൽ 10% മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, യെസ്. ഡയഗ്രമാണ് പ്രധാനം, നോക്കിക്കൊള്ളുക. നേരത്തെ ഉള്ളതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ ഈ ഒരു QQ1 ചോദനത്തിലുള്ള ശതമാന മാറ്റം കൂടുതലായ കണ്ടത്. ഇവിടെ ആർക്കാണ് ശതമാന മാറ്റം കൂടുതൽ? പ്രൈസിനല്ലേ. P1ലേക്കുള്ള ദൂരം നിങ്ങൾ നോക്കൂ. ആ ഒരു ദൂരം മെഷർ ചെയ്യുമ്പോൾ ഇവിടെ ദൂരം കുറവല്ലേ? നിങ്ങൾക്ക് കൂടെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്. അപ്പോ അതല്ല നമ്മൾ പറഞ്ഞത്, ചോദനത്തിലുള്ള ശതമാന മാറ്റം ആണ് ഇവിടെ കുറവ്. ഇവിടെ വിലയിലുള്ള ശതമാന മാറ്റം ചോദനത്തിലുള്ള ശതമാന മാറ്റത്തെക്കാൾ കൂടുതലായിരിക്കും. എവിടെ? നമ്മുടെ ഈ
ഇലാസ്തികമല്ലാത്ത ചോദനത്തിൽ വരുന്നത്. അപ്പോൾ ചോദനത്തിലുള്ള ശതമാന മാറ്റമാണ് കുറവ്, വിലയിലുള്ള ശതമാന മാറ്റമാണ് ഇവിടെ കൂടുതൽ. ഉദാഹരണം ഇവിടെ കൊടുത്തു, എൻ്റെ ചോദന വക്രത്തിന് കുറഞ്ഞ പരപ്പായിരിക്കും. ഉണ്ടോ, അതിന്റെ പരപ്പ് കുറവല്ലേ? അല്ലെങ്കിൽ മറ്റത് ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിപ്പോ ഇങ്ങനെ പരപ്പ് അത് കുറവായിരിക്കും, ഇതിന്റെ സ്ലോപ്പ് ഇവിടെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇനി ഇവിടെ പറഞ്ഞു ഇലാസ്തിക കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ നോക്കുക, നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ് അല്ലെ. എന്നാൽ ഡിപ്പെൻസ്. ഇപ്പൊ പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, അത് എല്ലാ ആളുകളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ അത് ഉപയോഗിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവരെ സംബന്ധിച്ച് ഇതിന് വില കൂടി കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ കൺസംഷൻ കുറക്കാൻ കഴിയില്ല അല്ലെ. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് സേവനങ്ങളൊക്കെ, ഇന്റർനെറ്റ് ഇതിന് ഉദാഹരണമാണ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഇന്റർനെറ്റ് കമ്പനികൾ ഒരു മാസത്തെ പാക്കേജ് ഡേറ്റ പാക്ക്, അതിന്റെ വില ഇപ്പോൾ 199 അല്ലെങ്കിൽ 249, ഒരു ദിവസം 1.5 GB കിട്ടണമെങ്കിൽ അതും ഒരു മാസമൊന്നുമില്ല, 28 ദിവസമൊക്കെയാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള പണം എന്ത് ചെയ്യാണ്, മാർക്കറ്റിലേക്ക് ഒരു മാസം കഴിയുന്നതിന് മുമ്പേ ഇറങ്ങണം അല്ലെ. അതാണ് അവരുടെ ഒരു മോണോപ്പൊളി കമ്പനികളുടെ തന്ത്രം എന്ന് പറയുന്നത്, അവരുടെ സ്ട്രാറ്റജി. പിന്നെ അതുമല്ല, ഇതിന് അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് വില കൂടി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കും അല്ലെ. നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്കൊരു സെക്കൻഡ് ഇരിക്കാൻ പറ്റുമോ നമ്മുടെ മൊബൈലിലെ നെറ്റ് കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ ഇത് വലിയ സംഭവമായിട്ടുള്ള ഒരു ഉദാഹരണമൊന്നുമല്ല. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ അത് എവിടെയാണ്? ഇതൊക്കെ ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങളാണ്, ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം. കാരണം നമ്മുടെ ചോദ്യം ഇവിടുന്നാണ് ആ ചോദ്യം വന്നത്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം അല്ലെ. ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ ഏതാണ്? ഭക്ഷ്യധാന്യം, ഇന്ധനം, വെള്ളം, വൈദ്യുതി, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ അല്ലെ. നമുക്കൊരു വലിയ അസുഖമുണ്ട്, ഡോക്ടർ പറയാണ് മരുന്ന് എഴുതി തന്നത് എപ്പോഴാണോ കിട്ടുക അവിടെ പോയി വാങ്ങും. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറിലുണ്ടെങ്കിൽ അത് 10 കിലോമീറ്റർ അപ്പുറമുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ മലപ്പുറത്തുള്ള എനിക്ക് കോഴിക്കോട് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വരുത്തിക്കും അല്ല. അപ്പൊ അതിന്റെ അവിടെ വരാനുള്ള ചെലവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. കാരണം എന്താണ്? ഇതൊക്കെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ്. ഇനി അടിസ്ഥാന ഭക്ഷണ സാധനങ്ങൾ, ബ്രെഡ്, അരി, ഉപ്പ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. Then petrol, diesel, the best example for inelastic demand, petrol, diesel. Then പുകയില ഉൽപ്പന്നങ്ങൾ, ലിക്വർ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ വരുന്നത് ഏതൊക്കെയാന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇനിയും ഇതിൽ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് അവിടെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ഇലാസ്തികത കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഡയഗ്രാം നോക്കി മനസ്സിലാക്കിക്കോളുക. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. HSI പ്രീവിയസ് ക്വസ്റ്റ്യൻ, എക്കണോമിക്സ് ഭാഗം 020/2022. എന്താ പ്രത്യേകത? ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ഈസി ആയിട്ട് ആൻസർ ചെയ്തൂടെ? ഇവിടെയാണ് ഒരു വേറെ പ്രശ്നം വരുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളെ പറഞ്ഞ ഇംഗ്ലീഷും മലയാളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ ഇതിപ്പോ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ള ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ല. PSC പരീക്ഷ നടത്തുന്നത് നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ, എങ്ങനെ ആളെ ഒഴിവാക്കാന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മാക്സിമം ഉള്ള ബുദ്ധിമുട്ടിച്ച് തന്നെ ചോദ്യം വരിക. അപ്പൊ മലയാളത്തിൽ എന്ത് ചെയ്യുക, ആ ടൈമുകളൊക്കെ പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ നോട്ടിൽ മലയാളം ഉണ്ട്, ഇനിയിപ്പം ഇംഗ്ലീഷ് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ കൂടെ ഇംഗ്ലീഷും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ. പക്ഷെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ ഇംഗ്ലീഷ് ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മളെ മോഡൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പരീക്ഷയുടെ അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ, അവിടെ ഒന്നും ഇംഗ്ലീഷ് നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, വളരെ ചെറിയതാണ്. ഇപ്പോൾ അനേകാതവാദം, തിയറി ഓഫ് ഫൈനാൻസസ് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഹിസ്റ്ററി എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ. അതവിടെ ഇതിന്റെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്, ചിലതിൽ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പോട്ടെ, നമ്മളിത് പഠിച്ചു നോക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? B ആണ്. 1ഉം 2ഉം ആണ് ഇലാസ്തികത കുറഞ്ഞ ഉൽപ്പന്നം. അപ്പൊ ഈ ഓട്ടോമൊബൈലും ആഡംബര വസ്തുക്കളൊക്കെ ഏതാണ്? അത് ഇലാസ്തികത കൂടിയത്, ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ഇനി അടുത്തത് ഏകാത്മക ഇലാസ്തിക ചോദനം, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് നോക്കാം. എന്താ പ്രത്യേകത? ഇവിടെ ചോദനത്തിലുള്ള ശതമാനമാറ്റവും വിലയിലുള്ള ശതമാനമാറ്റവും തുല്യമാണെങ്കിൽ ഏകാത്മക ഇലാസ്തിക ചോദനം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ വിലയിൽ ഒരു 10% മാറ്റം ഉണ്ടായപ്പോൾ നമ്മുടെ ചോദനത്തിലും ഒരു 10% മാറ്റം ഉണ്ടായി. നോക്കാം, കണ്ടോ? വിലയിൽ 10% മാറ്റം ഉണ്ടാകുമ്പോൾ ചോദനത്തിലും 10% മാറ്റം ഉണ്ടാകുന്നു. ഏകാത്മക ഇലാസ്തിക ചോദനമായിരിക്കുമ്പോൾ ഇലാസ്തികതയുടെ കേവല മൂല്യം 1 ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ഈക്വൽ 1. ഓക്കെ, യെസ്.
10% ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ 10% ചേഞ്ച് ഇൻ പ്രൈസ്. സോ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അതിൻ്റെ കേവല മൂല്യം എപ്പോഴും 1 ആയിരിക്കും. പിന്നെ ഒരു പോയിന്റ് ഉണ്ട്, ചോദന വക്രം മോഡറേറ്റ് സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, എന്താണ് മോഡറേറ്റ് സ്ലോപ്പ് എന്നുള്ളത് നമുക്ക് ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. യെസ്, ഇതാണ് മോഡറേറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, എന്താ പ്രത്യേകത? ഏകാത്മക ഇലാസ്തിക ചോദനം നിങ്ങൾ കണ്ടോ? അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ചേഞ്ച് നിങ്ങൾ നോക്കുക. പ്രൈസ് പി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഒരേപോലെ അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും നോക്കുക. അപ്പോൾ അതേ ഒരു രീതിയിലായിരിക്കും നമ്മൾ പറഞ്ഞത് വിലയിലുള്ള ശതമാനമാറ്റവും അതുപോലെ തന്നെ ചോദനത്തിലുള്ള ശതമാനമാറ്റവും തുല്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ആ ഒരു മോഡറേറ്റ് സ്ലോപ്പ് ആയിരിക്കും നമ്മുടെ ഡിമാൻഡ് കർവിന് ഉണ്ടാവുക. ഈ ഡിമാൻഡ് കർവ് ഒക്കെ തന്നിട്ട് ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, ഇത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ എന്നുള്ളത്. കാരണം അവിടെ രണ്ടും ടച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇത് രണ്ടും ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്നാൽ മറ്റുള്ളവർ നമുക്കത് കാണാൻ പറ്റില്ല, ആ ഒരു ടച്ച് അവിടെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട എന്താണ്, ഏകാത്മക ഇലാസ്തിക ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും ആ ഒരു ഏകാത്മക ഇലാസ്തികത ഉൽപ്പന്നങ്ങൾ കൂടുതൽ അത്യാവശ്യമുള്ളത്. ഇപ്പോൾ വസ്ത്രം അല്ലേ, പിന്നെ വീട്ടുവാടക, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. വീട്ടുപകരണങ്ങൾ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ആവശ്യത്തിന് മേൽ വരുന്ന പലചരക്ക് സാധനങ്ങൾ, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. പൊതുയാത്രാ നിരക്ക്, ഇപ്പോൾ ഒരാൾ എന്നൊരു ട്രെയിനിൽ അദ്ദേഹത്തിന് ജോലി സ്ഥലത്തേക്ക് പോകുന്നു, അദ്ദേഹത്തിന് ആ ജോലി സ്ഥലത്തേക്ക് എത്താൻ നിർബന്ധമായിട്ടോടെ എത്തണം. അതിൻ്റെ ടിക്കറ്റ് ഫെയർ കൂടിയെന്ന് വിചാരിച്ചിട്ട് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? വളരെ വളരെ അത്യാവശ്യമായ സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഏകാത്മക ഇലാസ്തിക ചോദനത്തിൽ വരിക. പിന്നെ പുസ്തകങ്ങൾ അല്ലേ, ഇപ്പം നമ്മളിപ്പോൾ HSA പരീക്ഷയുടെ മെറ്റീരിയലുകൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്നൊക്കെയാണോ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നത് അത് വെച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നിനെ മാത്രം ആശ്രയിക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. എന്നാലും നമ്മുടെ SSകളുടെ ഒക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് ക്രോഡീകരിച്ച് കറക്റ്റ് അത് സംവിധാനം ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലുള്ള കാര്യമാണോ, എവിടെ നിന്നാണോ കിട്ടിയത്? നമ്മുടെ സിലബസിലുള്ള ഒരു കാര്യം 5ാം ക്ലാസ്സിലൊരു കുട്ടി പറയുന്നത് കേട്ട് പഠിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല അല്ലേ? ചെറിയ കുട്ടികൾ വരെ നമ്മുടെ സിലബസിലൊരു കാര്യം ചെറിയൊരു കുട്ടി വരെ പറയുകയാണെങ്കിൽ അത് കേട്ട് പഠിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏകാത്മക ഇലാസ്തിക ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഒന്ന് ശരിക്കും നോക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തിക ചോദനം. എന്താണ് പൂർണ്ണ ഇലാസ്തിക ചോദനം? നോക്കാം. വിലയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം ചോദനത്തിൽ അനന്തമായ മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയാണ് പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നത്. ചെറിയൊരു മാറ്റം വിലയിലുണ്ടായിട്ടുള്ളൂ, അപ്പോഴേക്കും ഡിമാൻഡിൽ വലിയ അനന്തമായ മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയാണ് പൂർണ്ണ ഇലാസ്തിക ചോദനം. ഇത്തരം സാഹചര്യങ്ങളിൽ ഇലാസ്തികതയുടെ കേവല മൂല്യം അനന്തമായിരിക്കും, ഈക്വൽ ടു ഇൻഫിനിറ്റി. പൂർണ്ണ ഇലാസ്തിക ചോദനം അല്ലേ? അപ്പോൾ ചോദന വക്രം എക്സ് അക്ഷത്തിന് സമാന്തരവുമായിരിക്കും, ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ എക്സ് ആക്സിസിന് അത് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും പോകുന്നത്. യെസ്, ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. പൂർണ്ണ ഇലാസ്തിക ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ, ഇത് ചിലപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ നിത്യജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ നമ്മളിത് പഠിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വിഷയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം പൂർണ്ണ ഇലാസ്തിക ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത്. കമ്മോഡിറ്റീസ് ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, വീറ്റ്. സമ്പൂർണ്ണ മത്സരമുള്ള മാർക്കറ്റിൽ വിൽക്കുന്ന സാധനങ്ങൾ, വീറ്റ്. ഉദാഹരണം പറഞ്ഞാൽ വീറ്റ് ഒരുപാട് കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ നെൽപ്പാടങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് അല്ലേ?
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട് ഈ വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അവൈലബിൾ ആയ വീറ്റ്. അപ്പോൾ അവിടെ ഒരു സാധനത്തിന്റെ ചെറിയൊരു വിലയിലൊരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ ഡിമാൻഡ് ചെയ്യും അല്ലേ. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് ഇൻ ഇന്റർനാഷണൽ കറൻസി മാർക്കറ്റ്, ഡോളറിന്റെ വില, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ ഡോളർ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കും. ഇപ്പൊ ഡോളറിന് ഈ ഒരു മൂല്യം ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ. പിന്നെ ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് ഫ്രം ഡിഫറെന്റ് സെല്ലേഴ്സ്, ഒരേ സാധനമാണ് പക്ഷെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലേഴ്സാണ്. അതാണ് ബോട്ടിൽഡ് വാട്ടർ ബ്രാൻഡ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം വെള്ളക്കുപ്പികൾ വ്യത്യസ്തമായ ബ്രാൻഡുകൾ അവൈലബിൾ ആണ് അല്ലെ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബ്രാൻഡായിരിക്കും ബിലേരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളൊക്കെ. അത് മാത്രമല്ല അക്വഫിന ഉണ്ട് അല്ലെ, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണെന്ന് അവർ അവകാശപ്പെടുന്നു. അങ്ങനെ ഒരുപാടുണ്ടല്ലോ, നീരോ ഒക്കെ അല്ലേ നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ. അതേപോലെ ജനറിക് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്, ഇവിടെ മരുന്നുകളാണ് ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് ഓർ സിൽവർ ഇൻ ബൾക്ക് ട്രേഡിംഗ്, അപ്പൊ ഇതൊക്കെ ബാധിക്കുന്നത് ആരെയായിരിക്കും? വലിയ ബൾക്കായിട്ട് ഉപയോഗിക്കുന്ന കച്ചവടക്കാരെയാണ് ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ബാധിക്കുന്നത്. സാധാരണക്കാരെ ചിലപ്പോൾ ഇത് ബാധിച്ചോളണമെന്നുണ്ടാവില്ല അല്ലെ, വലിയ കച്ചവടക്കാർ. അപ്പൊ ഇതാ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ബൾക്കായിട്ട് വാങ്ങുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് അയാൾക്ക് മുന്നേ കൊടുത്ത അതേ വിലക്ക് തന്നെ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും. ഇത് ബൾക്കായിട്ട് വാങ്ങുകയാണ്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ആ കറക്റ്റ് പോയിന്റിലേക്ക് എത്തിയത് അല്ലെ. ഈ പൂർണ്ണ ഇലാസ്റ്റിക ചോദന നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കച്ചവടക്കാരുടെ അവരുമായി ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് ആണ് ഉണ്ടാവുക അല്ലെ. ഗോൾഡ് ഓർ സിൽവർ ഇൻ ബൾക്ക് ട്രേഡിംഗ്, ഷെയർ ഓഫ് കമ്പനി, കോമ്പറ്റേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഷെയർ മാർക്കറ്റ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സംഭവങ്ങളാണ് അല്ലേ. ഇപ്പോൾ അതിന്റെ വില ഇപ്പോൾ ഒരു 10 രൂപക്ക് നമ്മളൊരു 1000 ഷെയറുകൾ വാങ്ങി, അല്ലെങ്കിൽ 10 രൂപക്ക് ഒരു 1000 ഷെയർ വാങ്ങാന്ന് പറഞ്ഞാൽ തന്നെ 10,000 രൂപയായി. അപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കി, യെസ് 10 രൂപയാണ് നമ്മൾ വാങ്ങിയ ഫേസ് വാല്യൂ. അത് നാളെ 11 പിറ്റേ ദിവസം 12 13 14 15 അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ 15 എത്തി, അത് 20 എത്തി. അപ്പോൾ കുറച്ചൊക്കെ ഒരു റാഷണൽ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, അവർ ഇതൊരു ലെക്കാണല്ലോ പരിപാടി. അവിടെ വെച്ചിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്തത് ആ സാധനം അവരുടെ കയ്യിലെ ഷെയർ അവർ വിൽക്കും ആ 20 രൂപക്ക്. ആർത്തിയുള്ള ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ആളുകൾ അങ്ങനെയായിരിക്കും. അത് ഇനി 25 എത്തട്ടെ, അത് 21, 22, 23, 24 എത്തിയ സാധനം പിന്നെ കാണാതെ 9 രൂപയായിട്ട് കുറയും അല്ലെ, 10 രൂപ പിന്നെ ഒറ്റയടിക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അവിടെ ആ ഒരു വിലയിലുള്ള ഒരു ചെറിയ മാറ്റം എന്ത് ചെയ്യണം, അവിടെ അതിന്റെ ഡിമാൻഡ് വളരെ അനന്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ അതാ പറഞ്ഞത്, ഈ ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ചിലപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണക്കാരായ ആളുകളിൽ ഇത് എന്ത് ചെയ്യാൻ സാധ്യതയില്ല, മൈൻഡ് ചെയ്യാത്ത സംഭവമാണ്. പക്ഷെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളെ എഫക്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ ഒരു പൂർണ്ണ ഇലാസ്റ്റിക് ചോദന ഇവിടെ നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് എവിടെയാണ് ഇത് വരുന്നതെന്ന് അറിയണല്ലോ. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന സാധനമാണ്. ഇപ്പൊ സൈനും കോസും ടാനൊക്കെ പഠിച്ചിട്ട് എന്താ സാറേ കാര്യം എന്ന് ചോദിക്കും അല്ല. ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? നമ്മളിപ്പോ സ്കൂളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, സാർ ഇതെന്തിനാ പഠിക്കേണ്ട ആവശ്യം, ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെ. പക്ഷെ ഇന്നത്തെ ബിസിനസ് രംഗങ്ങളിലൊക്കെ നമ്മളറിയാതെ തന്നെ എന്ത് ചെയ്യണം, ഇവരൊക്കെ നമ്മുടെ ഡേറ്റകൾ അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രൊഡക്ഷനോടും ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് അല്ലെ, അത് പരസ്യങ്ങളിൽ ഉള്ള സംഭവങ്ങളും. ഇപ്പോൾ സ്കിപ്പ് അടിക്കാതെ എത്ര ആളുകൾ പരസ്യം കാണുന്നുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്, സ്കിപ്പ് അടിച്ച എത്ര ആളുകളാണ് വീഡിയോ കാണുന്നത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താണ്, എല്ലായിടത്തും സെല്ലിംഗ് ആണ്, പ്രൊഡക്റ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ജസ്റ്റ് ഒരു ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൽ ഒരു വാച്ച് നമ്മൾ സെർച്ച് ചെയ്യണം, പിന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം ഫസ്റ്റ് തന്നെ വാച്ചിന്റെ പരസ്യം, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോൾ കാണാം വാച്ചിന്റെ പരസ്യം, യൂട്യൂബിൽ പോകുമ്പോൾ കാണാം വാച്ചിന്റെ പരസ്യം. ഇതിപ്പോ എന്താ സംഭവം? ഇതിപ്പോ ഞാൻ വാച്ചിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോ ഇങ്ങനെ ഇവരെങ്ങനെ? ഇതൊക്കെ AI ടൂളുകൾ, ഇതൊക്കെ കുറെ മുന്നേ ഉള്ള സംഭവങ്ങൾ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഈ ഒരു രീതിയിൽ ഈ ഒരു ആളുകളുടെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റിക്ക് എന്ത് ചെയ്യാണ്, സോഫ്റ്റ്വെയറുകളെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യാണ്, വലിയ വലിയ കമ്പനികൾ അവർ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന് പിന്നിലൊക്കെ ഈ ഒരു ബേസിക് ടേമുകളാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അല്ല. ഇതിന്റെ ഒരു അപ്ലൈഡ് ലെവൽ അവിടെയാണ് കാണുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പൂർണ്ണ ഇലാസ്തിക ചോദനത്തിനുള്ള ഉൽപ്പന്നങ്ങൾ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ തിരിച്ചു പറയണം, പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം അല്ലെ. ഇനി എന്താ സംഭവിക്കുന്നത്, പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ നോക്കാം. യെസ്,
അപ്പോൾ വിലയിൽ എത്ര മാറ്റമുണ്ടായാലും ചോദനത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകാത്ത അവസ്ഥയാണ് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയുന്നത്. നോക്കാം, ഇത്തരം സാഹചര്യങ്ങളിൽ ഇലാസ്തികതയുടെ മൂല്യം 0 ചോദനവക്രം എക്സ് അക്ഷത്തിന് ലംബവുമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ കണ്ടോ വില ഇപ്പോൾ P1 നിന്ന് കൂടിക്കഴിഞ്ഞാലും ക്വാണ്ടിറ്റിയിൽ ഒരു അനക്കോടെ ഉണ്ടാവില്ല, ഒരു പൊടിക്കം കണ്ട് മാറില്ല. അതെവിടെയാണ്? പൂർണ്ണ ഇലാസ്തിക ചോദനത്തിലേക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഏതെല്ലാമാണ് ഈ ഒരു പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനത്തിൽ വരുന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ? ജീവൻ രക്ഷാ മരുന്നുകൾ അല്ലേ. ഇപ്പോൾ ഒരാളെ പാമ്പ് കടിച്ചു, അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഡോക്ടർ പറയണം ഈ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? വിഷം ഇറങ്ങും, ആളെ നമുക്ക് രക്ഷിക്കാം. അവിടെ പിന്നെ എന്ത് ചെയ്യില്ല, വില പേശാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേറൊരു അവിടുന്ന് തൊട്ട് അപ്പം തന്നെ നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ളതല്ല. അവിടെ നമ്മളെത്തി ആ വിലക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ആ സാധനം അവിടെ വാങ്ങുക ചെയ്യുന്നത് അല്ല. അതെപ്പോഴും അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ. പിന്നെ അത്യാവശ്യ ചികിത്സാപരമായ നടപടിക്രമങ്ങൾ, ഇപ്പോൾ സർജറി ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റഡ് ഇടണം അല്ലേ. അപ്പോൾ അവർ പല വിലകളൊക്കെ വെക്കും. ഇതിന് ഇത്ര രൂപ, ഇതിന് 30,000 രൂപയാണ്, ഇത് 45,000 ആണ്, ഇതിന് 75,000 രൂപ. പിന്നെ ഇത് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അപകടമാണ്. അപ്പോൾ പറയും പിന്നെ ഒന്നും നോക്കില്ല, എന്താ പറയുക, നിങ്ങൾ ആ 75,000 ഇട്ടോന്ന് നമ്മൾ വഴി പറയാം. ഒക്കെ ബിസിനസ്സാണ് ഇതെല്ലാം സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മളെ ജീവൻ വെച്ച് നമ്മൾ കളിക്കാനും നിൽക്കില്ല അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വലിയ കൊള്ളയായിട്ട് തന്നെ എല്ലാവർക്കും നഗ്നമായിട്ട് അറിയുന്ന ഒരു സത്യമാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ രോഗികൾ മരിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്, എന്നാലും ആ രോഗി എന്ത് ചെയ്യണം? വെന്റിലേറ്ററിൽ ഇടുന്നു അല്ലേ. ഒരു 2 ദിവസം കൂടി കിടന്നാൽ അത്രയാകട്ടെ അല്ലേ. ഇവിടെയാണ് എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ വിദ്യാഭ്യാസം, എത്തിക്സ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ, അതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള നേരമല്ല അല്ലേ. പക്ഷെ അധ്യാപകരായ നമ്മൾ തന്നെയാണ് എന്തുള്ളത്, ഇത് നമ്മളെ മുമ്പിലിരിക്കുന്ന കുട്ടികളാണല്ലോ ഇപ്പം ഡോക്ടറും നഴ്സും എഞ്ചിനീയർമാരൊക്കെ ആയി മുന്നോട്ട് വരുന്നത്. അപ്പോൾ വാല്യൂ എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്, നേരമില്ലാത്തതുകൊണ്ടാണ്, വലിയ വിഷയമാണ് അതൊക്കെ അല്ലേ. അപ്പോൾ എസെൻഷ്യൽ മെഡിക്കൽ പ്രൊസീജിയർ, അത്യാവശ്യ ചികിത്സാപരമായ നടപടിക്രമങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. പറയണമെങ്കിൽ ഡോക്ടർ പറയാണ് ഇപ്പോൾ ഈ മരുന്ന് ഇവിടെ അല്ല, ഒരു ഇഞ്ചക്ഷങ്ങളെ കുട്ടിക്ക് വേണം, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, എന്നിട്ട് പറയാണ് ഈ ഇഞ്ചക്ഷൻ ഇത് ഇവിടെ അല്ല കേട്ടോ, നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങണം, അതിന് ചിലപ്പോൾ 150 രൂപ. വാങ്ങല നിവർത്തിയില്ല, കാരണം നമ്മുടെ കുട്ടിയുടെ ജീവനാണ് അല്ലേ. കാരണം ഇതൊക്കെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉദാഹരണമാണ്. പിന്നെ ആസക്തിയുള്ള വസ്തുക്കൾ അല്ലേ, നമുക്ക് അഡിക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ, നേരത്തെ പറഞ്ഞ ലിക്വർ, ആൽക്കഹോൾ പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ, ഇപ്പം നമ്മൾ കണ്ടുവരുന്ന MDMA പോലുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കേണ്ട ആളുകളാണ് അധ്യാപകർ എന്ന് പറയുന്നത്. ഇപ്പോൾ അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ല, അധ്യാപകരുടെ നിയമങ്ങളും അധ്യാപകർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരിമിതപ്പെടുത്തുകയാണല്ലോ. അധ്യാപകർക്ക് കുട്ടികളെ അടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ന്യൂജൻ കുട്ടികളൊക്കെ 2K കിഡ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കുറ്റം പറയും. ഞാൻ സാധാരണ പറയുന്നത് 2K കിഡല്ല പ്രശ്നം, ന്യൂജൻ കുട്ടികളല്ല പ്രശ്നം, ന്യൂജൻ രക്ഷിതാക്കളാണ്, നമ്മളെ പോലുള്ള ന്യൂജൻ രക്ഷിതാക്കളാണെന്നുള്ളത്. അതാണ് യഥാർത്ഥ പ്രശ്നക്കാർ. അല്ലാതെ കുറെ 2K കിഡുകളെ കുറ്റം പറയാ, ന്യൂജൻ കുട്ടികളെ കുറ്റം പറയുക എന്നുള്ളതല്ല. അവർക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? 90s-ലും 80s-ലുള്ള അല്ലെ, പണ്ടത്തെ നൊസ്റ്റാൾജി അടിച്ച് ഇരിക്കുന്ന നമ്മൾ അല്ലെ. മറ്റേ മണ്ണെണ്ണ വിളക്കിന്റെ ഒക്കെ നല്ല ആ ഒരു കാലം എന്ത് രസമുള്ള കാലമാണെന്നൊക്കെ പറഞ്ഞ ഒരു 5 മിനിറ്റ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ മണ്ണെണ്ണ വിളക്ക് എടുത്ത് വലിച്ചെറിയണം എന്ന് പറയുന്ന അത്രയുള്ള നമ്മളെയൊക്കെ നൊസ്റ്റാൾജി, നമ്മുടെയൊക്കെ ലെവൽ എന്ന് പറയുന്നത് അത് വേറൊരു സംഭവം, അത് പോട്ടെ. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്, ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, ഇതൊക്കെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ സംഭവങ്ങളാണ്. നമ്മൾ പറഞ്ഞ പോലെ മറ്റുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. യെസ്, ഡിമാൻഡിന്റെ വില ഇലാസ്തികത എന്താണ്? ഒരു ഉൽപ്പന്നത്തിന്റെ വിലയിലെ മാറ്റത്തിന്റെ ഫലമായി അതിന്റെ ആവശ്യകതയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അളവുകളാണ് എന്തെന്ന് പറഞ്ഞാൽ വില ഇലാസ്തികത. നമ്മൾ പറഞ്ഞു, വില ഇലാസ്തികത ഒരു ഉൽപ്പന്നത്തിന്റെ വിലയിലെ മാറ്റത്തിന്റെ ഫലമായി അതിന്റെ ആവശ്യകതയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അളവുകളാണ് വില ഇലാസ്തികത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിലയിലെ മാറ്റം ഡിമാൻഡിൽ വലിയ മാറ്റം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു വിലയിലെ മാറ്റം ഡിമാൻഡിൽ വലിയ മാറ്റം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു വിലയിലെ മാറ്റം ഡിമാൻഡിൽ ചെറിയ മാറ്റം സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ,
ഈ ഒരു ടേബിൾ കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, എന്താണ് ടേബിൾ പറയുന്നത്? ഇപ്പോൾ ഡിമാൻഡിന്റെ കണക്കാക്കിയ വില ഇലാസ്തികതയാണ്. ഇപ്പോൾ ഒന്ന് അനന്തമായ ഡിമാൻഡിന്റെ ഇലാസ്തികത അനന്തമാണെങ്കിൽ ഇലാസ്തികതയുടെ തലം എന്തായിരിക്കും? തികച്ചും ഇലാസ്റ്റിക് ആയിരിക്കും, അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇപ്പോൾ വിലയിലെ മാറ്റത്തിന്റെ ഫലം എന്തായിരിക്കും? ഡിമാൻഡ് 0ലേക്ക് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്നിനേക്കാൾ വലുതാണെങ്കിലോ ഇലാസ്തികത എന്ന് പറയുന്നത് അവിടെ ഇലാസ്റ്റിക് ആയിരിക്കും, ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഡിമാൻഡിൽ കാര്യമായ മാറ്റം ഉണ്ടാവും. എന്നാൽ ഒന്നാണെങ്കിലോ ഏകീകൃത ഇലാസ്തികത, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡിന്റെ തത്തുല്യമായ ശതമാനമാറ്റായിരിക്കും ഉണ്ടാവുക വിലയിലെ മാറ്റത്തിന്റെ ഫലം. ഒന്നിൽ താഴെയാണെങ്കിലോ ഇലാസ്തികതയുടെ തരം എന്ന് പറയുന്നത് ഇലാസ്തികമല്ലാത്തത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. വിലയിലെ മാറ്റത്തിന്റെ ഫലം ഡിമാൻഡിൽ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ഇനി 0 ആണെങ്കിൽ പൂർണ്ണ ഇൻഇലാസ്റ്റിക്, പൂർണ്ണ ഇലാസ്റ്റിക് അല്ലാത്തത്, പൂർണ്ണ ഇലാസ്തികമല്ലാത്തത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അവിടെ എന്തില്ല? ഡിമാൻഡിൽ മാറ്റമില്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്താണ് ഒരു ഉൽപ്പന്നത്തെ ഇലാസ്തികമാക്കുന്നത്? ഒരു ഉൽപ്പന്നത്തെ ഇലാസ്തികമാക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു ഉൽപ്പന്നത്തിന്റെ വിലയിൽ മാറ്റം അതിന്റെ വിതരണത്തിലോ ആവശ്യകതയിലോ ഗണ്യമായ മാറ്റത്തിന് കാരണമാവുകയാണെങ്കിൽ അത് ഇലാസ്റ്റിക്കായി കണക്കാക്കപ്പെടുന്നു. അപ്പൊ സാധാരണയായി ഉൽപ്പന്നത്തിന് സ്വീകാര്യമായ പകരക്കാർ ഉണ്ടെന്നാണ് ഇതിനർത്ഥം. കുക്കികൾ, അതേപോലെ SUVകൾ, കോഫി എന്നിവയൊക്കെ, AC, നമ്മൾ കുക്കി എന്ന സാധനങ്ങൾ, AC ഇതിനൊക്കെ ഉദാഹരണങ്ങളാണ്. ഇനി ഒരു ഉൽപ്പന്നത്തിന്റെ ഇലാസ്തികത ഇല്ലാതാകുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ വിലയിലെ മാറ്റം അതിന്റെ വിതരണത്തിലോ ഡിമാൻഡിലോ വലിയ മാറ്റത്തിന് കാരണമാകുന്നില്ലെങ്കിൽ അത് ഇലാസ്തികത ഇല്ലാത്തതായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് ആ ഉൽപ്പന്നം ആസക്തി ഉളവാക്കുന്ന ഘടകങ്ങൾക്ക് ആവശ്യമായതോ ആഡംബര വസ്തുവായി കണക്കാക്കപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, ഗ്യാസോൽ, പാല്, ഐഫോണുകൾ ഒക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇനി ഇലാസ്തികതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് അപ്ലൈഡ് ലെവലിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ വിശദീകരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോട്ടിൽ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ കൂടുതൽ കാര്യങ്ങൾ നമ്മളിനി ഇവിടെ ചിലപ്പോൾ നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. ഒക്കെ നമ്മുടെ സമയത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ ഇതിൻ്റെ നോട്ട് ഷെയർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ആ നോട്ട് നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു കോംപ്രമൈസും ഇല്ലാത്ത കാര്യം കേട്ടോ, കാണാതെ പഠിക്കുക എന്നുള്ളത്. അത് കാണാതെ അത് പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സാധനത്തിന്റെ പ്രകൃതി, നേച്ചർ ഓഫ് ഗുഡ്, പ്രതിസ്ഥാപന വസ്തുക്കളുടെ ലഭ്യത, സാധനത്തിന് ഉപയോഗിക്കുന്ന വരുമാനത്തിന്റെ അനുപാതം, ഉപഭോക്താവിന്റെ വരുമാനം, സാധനങ്ങളുടെ വില, സമയദൈർഘ്യം. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇലാസ്തികതയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡ് ആവാം, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആവാം, സാധനത്തിന്റെ പ്രകൃതം നോക്കിയിട്ട്. ഇപ്പോൾ ഒരു സാധനത്തിന് കൂടുതലായിട്ട് പകരം വെക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇലാസ്തികത എന്തായിരിക്കും? പകരം വെക്കാൻ കുറവാണെങ്കിൽ, ഇപ്പൊ പകരം വെക്കാൻ കൂടുതലാണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും, പകരം വെക്കാൻ കുറവാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും, അല്ലേ? അതാണ് പ്രതിസ്ഥാപന വസ്തുക്കളുടെ ലഭ്യത. ഇപ്പോൾ സാധാരണ വസ്തുക്കൾ, നേച്ചർ ഓഫ് ഗുഡ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ വരുമാനം എങ്ങനെ ഇതിനെ ബാധിക്കുന്നു, ഉപഭോക്താക്കളുടെ വരുമാനം, സാധനങ്ങളുടെ വില, സമയദൈർഘ്യം ഒക്കെ ഇതിന്റെ ഘടകങ്ങളാണ്. നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇലാസ്തികതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ ഒരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് എലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണോ എന്ന് നിശ്ചയിക്കുന്ന പ്രധാന ഘടകം അതിന്റെ സമാന ഗുണനിലവാരത്തിലും വിലയിലുമുള്ള പകരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണോ എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുള്ളതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരു ഉൽപ്പന്നത്തിന് സമീപമുള്ള പകരമുള്ള ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അതിന് സാധാരണയായിട്ട് എലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുകളാണെങ്കിൽ അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഈ ഒരു ഭാഗം വളരെ കെയർഫുൾ ആയിട്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കറക്റ്റ് പരീക്ഷയ്ക്ക് കൂട്ടുന്ന നമുക്ക് ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യതയുണ്ട് ഇവിടുന്ന്. ഓക്കെ, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന് ആയിരിക്കും. അപ്പോൾ ഇതിന് പകരമായിട്ട് ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിച്ചാൽ ഉപഭോക്താക്കൾ അതിന്റെ പകരം മറ്റൊരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ആവശ്യപ്പെടുന്ന അളവിൽ വലിയ കുറവ് ഉണ്ടായേക്കാം. അപ്പോൾ അതേസമയം സമീപമുള്ള പകരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭിച്ചാൽ എന്ത് ചെയ്യും? അതിന്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ സമീപമുള്ള പകരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലെങ്കിൽ, ഇപ്പോൾ നേരത്തെ തിരിച്ചാട്ടോ, ഇവിടെ ഞാൻ ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലെങ്കിൽ എന്തായിരിക്കും? അതിന് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അത്തരത്തിൽ വില വർദ്ധിച്ചാൽ ആവശ്യപ്പെടുന്ന അളവിൽ വലിയ കുറവുണ്ടാവില്ല. കാരണം നമുക്കിത് വാങ്ങേണ്ട നിവർത്തിയില്ല. അപ്പോൾ ഗ്യാസ്, അല്ല കുക്കിംഗ് ഗ്യാസ്, കുക്കിംഗ് ഓയിലുകൾ, അപ്പോൾ കാരണം ഉപഭോക്താക്കൾ മറ്റു ഉചിതമായ പകരം ലഭ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്.
അപ്പോൾ ഇനി അടുത്തത് മറ്റുള്ള സ്വാധീനിക്കുന്ന ഘടകങ്ങളെല്ലാം പകരമുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യത അവൈലബിലിറ്റി സബ്ജക്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഘടകങ്ങളിൽ പെടുന്നവ ഒന്ന് പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ പ്രൊഡക്റ്റ്, ഉൽപ്പന്നത്തിൽ ചെലവഴിക്കുന്ന ആകെയുള്ള വരുമാനത്തിന്റെ അനുപാതം ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ നിർണ്ണയിക്കുന്നു. ഉൽപ്പന്നം അത്യാവശ്യമാണോ അതോ ആഡംബര വസ്തുവാണോ? അപ്പോൾ അത്യാവശ്യമാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും, ആഡംബരമാണെങ്കിലോ ഇലാസ്റ്റിക് ആയിരിക്കും. ഇപ്പോൾ അഡിക്ഷൻ ആണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അഡിക്റ്റീവ് ആയിട്ടുള്ളത്. ഉൽപ്പന്നത്തിന്റെ വാങ്ങിക്കൽ വൈകിക്കാം, പോസ്റ്റ്പോൺ ഇല്ല അല്ലയോ, അപ്പോൾ നമുക്ക് പിന്നെ വാങ്ങിയാൽ മതിയോ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതിയോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഇനി വിപണി എങ്ങനെയാണ്? മാർക്കറ്റ് ഡെഫിനിഷൻ, വിപണിയുടെ അടിസ്ഥാനത്തിൽ ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്നുള്ളത്. അതേപോലെ ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻ, പരിശോധനയ്ക്കുള്ള സമയ കാലയളവ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും ചേർന്ന ഒരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണോ എന്നുള്ളത് നിർണ്ണയിക്കാം. ഇപ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിനായി ജനങ്ങളുടെ ആകെ വരുമാനത്തിൽ ചെറിയൊരു വിഹിതം മാത്രമേ ചെലവാകുന്നുവെങ്കിൽ ഡിമാൻഡ് സാധാരണ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ചില സാധനങ്ങൾക്ക് ഉൽപ്പന്നം വാങ്ങാനും അപ്പൊ അതിന് നമ്മുടെ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല, അത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്, പക്ഷെ ആ സാധനത്തിന് വില വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എന്തായിരിക്കും, ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇതിന് ഉദാഹരണമാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഉപ്പ് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവമാണ്, ഉപ്പ് ഷുഗർ എന്നുള്ളതൊക്കെ. പക്ഷെ ഉപ്പ് വാങ്ങാനൊക്കെ സാൾട്ടിനൊക്കെ നമ്മുടെ വരുമാനത്തിന്റെ ചെറിയൊരു ശതമാനം മതി അല്ലെ. അപ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിനെ ജനങ്ങളുടെ ആകെ വരുമാനത്തിൽ ചെറിയൊരു വിഹിതം മാത്രമേ ചെലവാക്കുന്നുവെങ്കിൽ ഡിമാൻഡ് സാധാരണ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഉദാഹരണത്തിനാണ് ഉപ്പിന്റെ വില 20% വർദ്ധിച്ചാൽ ആവശ്യപ്പെടുന്ന അളവ് വളരെ ചെറിയ മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം 20% വില വർധന ഉപഭോക്താക്കൾ വളരെ ചെറിയ അധിക ചെലവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ചിലർക്ക് ഈ വില വർധന പോലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഉപ്പ് 10 രൂപ ഉള്ളത് 12 ആയി. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുകയല്ല അല്ലെ, ആ വില വർധന നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അതേസമയം ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഉപഭോക്താവിന്റെ വലിയൊരു വിഹിതം ചെലവാക്കുന്നെങ്കിൽ അത് എലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, വലിയൊരു വിഹിതം നമ്മൾ ആ സാധനത്തിനുള്ളിൽ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഉദാഹരണം എന്തായിരിക്കും, ഇവ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് വില 20% വർദ്ധിച്ചാൽ ഉപഭോക്താക്കൾ വളരെ കൂടുതൽ തുക ചെലവാക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു പുതിയ കാറിന്റെ വില 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 10 ലക്ഷം രൂപയുള്ള ഒരു കാറിന്റെ വില പിന്നെ 20% വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുന്നത്? അപ്പൊ അതിന്റെ വലിയൊരു ഡിമാൻഡിൽ വലിയൊരു കുറവ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് എലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. വലിയ മാറ്റം, ഡിമാൻഡിൽ വലിയ മാറ്റം, വിലയിലെ മാറ്റത്തിനേക്കാൾ വലിയ മാറ്റം ഉണ്ടാവും ഇലാസ്റ്റിക് ഡിമാൻഡ്. ആ പോയിന്റ് നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോ ഒരു പുതിയ കാർ വലിയൊരു വരുമാന വിഹിതം ആവശ്യപ്പെടുന്നതിന് കൂടാതെ ഒരു ആഡംബര വസ്തുവായും കണക്കാക്കപ്പെടുന്നു. ആഡംബര ഉൽപ്പന്നങ്ങൾ സാധാരണയായിട്ട് എന്താവും, ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ പുതിയ കാറിനൊക്കെ നമ്മുടെ ആഡംബര വസ്തുവായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അവ അത്യാവശ്യ വസ്തുക്കളല്ല, അതിനാൽ അവയുടെ വില കൂടിയാൽ ആവശ്യപ്പെടുന്ന അളവിൽ വലിയ കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഇവയുടെ വില കുറഞ്ഞാൽ അവ വാങ്ങാൻ കഴിയുന്നവർ എണ്ണം കൂടുന്നതിനാൽ ആവശ്യപ്പെടുന്ന അളവിൽ വലിയ വർധന ഉണ്ട്. അപ്പൊ കാറിന്റെ വില ഒരു 20% കുറഞ്ഞത് അല്ലെ, 10 ലക്ഷം ഉള്ളതിന്റെ അതിന്റെ 20% കുറഞ്ഞു വിചാരിക്കുക. അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വിലയുള്ള കാറിന്റെ അതിന്റെ 20% വില കുറഞ്ഞു, 25% വില കുറഞ്ഞു പറഞ്ഞാൽ ആളുകൾ എന്തായാലും അത് ഡിമാൻഡ് ചെയ്യും. ഓക്കെ, അത് ഇൻസ്റ്റാൾമെന്റിൽ നമ്മൾ സാധനം എടുക്കും, ആ മാർക്കറ്റ് പ്രൈസ് അത് വെച്ചിട്ടുള്ളത്, കാരണം വില കുറഞ്ഞിട്ടുണ്ട്. ഇനി ആഡംബര ഉൽപ്പന്നങ്ങൾക്ക് വിരുദ്ധമായി സോപ്പ് പോലെയുള്ള അത്യാവശ്യ വസ്തുക്കൾ സാധാരണയായി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ളവയാണ്. കാരണം ഇവയുടെ വില കൂടിയാലും ഉപഭോക്താക്കൾ കാര്യമായ കുറക്കാൻ കഴിയില്ല. അപ്പൊ സോപ്പിനൊക്കെ വില കൂടിയെന്ന് പറഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ നമ്മൾ വേറെ സോപ്പുകൾ ഇട്ടോ നോക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവരൊക്കെ ഒരു ഐഡന്റിക്കൽ പ്രൈസിങ് ആയിരിക്കും, ഒരു യുണീക്ക് പ്രൈസിങ് ആയിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കുക, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റ പാക്കുകളൊക്കെ നോക്കുക, എല്ലാ കമ്പനിയും ഒരുപോലെ തന്നെയല്ല. അപ്പൊ ആദ്യം പണ്ട് ജിയോ മറ്റുള്ളതിനെ അപേക്ഷിച്ച് വില കുറവുണ്ടായിരുന്നു, ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് സാധ്യതകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര രൂപക്ക് നെറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു ദിവസം 500 MB മാത്രം ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഡെയിലി 500 MB ഉള്ള പാക്ക് ഉണ്ട്, ഒരാൾക്ക് 1 GB മാത്രം മതി എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഇപ്പൊ അവരൊക്കെ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജിയോയിലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ കുറെയൊക്കെ സാധ്യതകൾ എന്താണ്, BSNL കുറിച്ച് ആളുകൾ നോക്കും. കാരണം എന്താണ്, BSNL ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് പ്ലാനുകളുണ്ട്, പക്ഷെ ഈ പ്ലാന് വല്ലാതെ വർക്കാണില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ BSNL കുറിച്ചൊക്കെ സാധാരണ ആളുകൾ ഒരു തമാശയായിട്ട് പറയാനുണ്ടല്ലോ. ഇപ്പോൾ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പഴയ സാംസങ് ഫോണിൽ BSNL സിം ഇട്ട അവസ്ഥയാണെന്ന് പറയും. കാരണം അതൊരു പണ്ട് വാട്സപ്പിലൊക്കെ ഉള്ള ഓരോ ചളികളാണ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി, പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ദിലീപിനോട് സിനിമയിൽ പറയണ്ട, തോക്ക് തരാം പക്ഷെ എന്ത് ചെയ്യണ്ട, വീഡിയോ വെക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, ഇതേപോലുള്ള ചില ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പോൾ ഈ BSNL പറയുന്നത് ഒരു ദിവസം 2 GB 2.5 GB ഒക്കെ ഉണ്ട്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. പക്ഷെ
നെറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് പോട്ടെ. ഇവിടെ ആഡംബര ഉൽപ്പന്നങ്ങൾ വിരുദ്ധമായി സോപ്പ് പോലെയുള്ള അത്യാവശ്യ വസ്തുക്കൾ സാധാരണ ഇല്ലാസിക്കണം. കാരണം ഇവയുടെ വില കൂടിയാലും ഉപഭോഗം കാര്യമായി കുറയുന്നില്ല. നമ്മൾ ഇന്റർനെറ്റ് കൺസംഷൻ ഒക്കെ ഇതുപോലെ തന്നെയാണ്. എന്നാൽ സിഗരറ്റ്, കാപ്പി പോലുള്ള സാധനങ്ങൾ, അധിനിവേശ സിദ്ധിയുള്ള സാധനങ്ങൾക്ക് അതൊരു ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആളുകൾ അത് സ്റ്റിൽ ഡിമാൻഡ് ചെയ്യും. ഓക്കെ, എന്നാൽ ഒരു ഉൽപ്പന്നത്തിന്റെ വാങ്ങൽ വൈകിക്കാനാവുന്നുവെങ്കിൽ സാധാരണ ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അല്ലെ, അപ്പൊ നമുക്ക് അതിപ്പോ വാങ്ങണമെന്നില്ല ആ സാധനം, നമുക്ക് പിന്നെ വാങ്ങാലോ. അപ്പൊ അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. എന്നാൽ ആ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മളത് വാങ്ങി വെക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അല്ലെ, ചിലപ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് കുറവുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെ, അപ്പോൾ ആ സാധനങ്ങൾ ആ ചെറിയ നമുക്കത് മാറ്റി വെക്കാൻ പറ്റില്ല, അത് നിർബന്ധമായിട്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ വില വർദ്ധിച്ചാൽ ഉപഭോക്താവ് ഉൽപ്പന്നം ഇപ്പോൾ വാങ്ങാതെ ഭാവിയിൽ വില കുറയുമെന്ന് പ്രതീക്ഷ താമസിപ്പിക്കും. അതിനാൽ വില വർധനവിനാൽ ആവശ്യപ്പെടുന്ന അളവിൽ വലിയ കുറവ് സംഭവിക്കും. എന്നാൽ വീണ്ടും കുറയുകയാണെങ്കിൽ മുമ്പ് വാങ്ങാനായി കാത്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങുന്നു, ആവശ്യപ്പെടുന്ന അളവിൽ വലിയ വർധന ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഉൽപ്പന്നം കൂടുതൽ ഇടുങ്ങിയതാണെങ്കിൽ, നാരോ നിർവചിക്കപ്പെട്ടതാണെങ്കിൽ അതിന്റെ ആവശ്യം കൂടുതൽ ഇലാസ്റ്റിക് ആയിരിക്കും. ഇവിടെ ഇലാസ്റ്റിസിറ്റിയാണ്. ഉദാഹരണത്തിന് ഒരു പ്രത്യേക ബ്രാൻഡിന്റെ ചായക്കുള്ള ഡിമാൻഡ് സാധാരണ ചായക്കുള്ള ഡിമാൻഡിനേക്കാൾ കൂടുതൽ ഇലാസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ചായക്കുള്ള ഡിമാൻഡ് എല്ലാ ചൂടുപാനീയങ്ങൾക്കുള്ള ഡിമാൻഡിനേക്കാൾ കൂടുതൽ ഇലാസ്റ്റിക്കും ആവും. ഓക്കെ, ഇതിന്റെ പ്രധാന കാരണം ഉൽപ്പന്നം എത്ര ഇടുങ്ങിയതായി നിർവചിക്കപ്പെടുന്നു അത്ര കൂടുതൽ പകരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നവയായിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഡിമാൻഡ് ഇലാസ്റ്റിക് ആകുന്ന മറ്റൊരു ഘടകം സമയപരിധിയാണ്. അപ്പൊ സമയം പരിധി നീളം കൂടുന്നതോളം ഉപഭോക്താക്കൾ പകരം ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ കൂടുതൽ സമയം ലഭിക്കും. അപ്പോൾ സമയം കൂടുതലാണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടുതൽ ഇലാസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ കുറഞ്ഞ കാലയളവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിച്ചാൽ പകരം ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ അത്ര സമയം ലഭിക്കില്ല. അതുപോലെ വില കുറഞ്ഞാൽ, അപ്പോൾ പുതിയ ഉപഭോക്താക്കൾ ഈ മാറ്റം മനസ്സിലാക്കാനും മത്സരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാനും മതിയായ സമയം ലഭിക്കുകയില്ല. അപ്പൊ അവിടെ ഇതായിരിക്കും, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഡിഫറൻസസ് ഇൻ PED. എങ്ങനെയാണ് ഈ PEDയിലെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ ഇപ്പോൾ ഒരു ഉൽപ്പന്നത്തിനുള്ള വില അതിന്റെ ഇലാസ്റ്റികത്വം സമയാനുസൃതമായിട്ട് മാറാം. ഇപ്പൊ മുൻപ് ആഡംബര വസ്തുവായി കണക്കാക്കിയ ചില ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ കൂടുതൽ സമ്പന്നമാകുന്നതോടെ അത്യാവശ്യ വസ്തുക്കളായി മാറുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഐഫോൺ എന്നുള്ളത് ഇപ്പോൾ ഒരു ആഡംബര വസ്തുവാണോ? എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ ഐഫോണൊക്കെ. അപ്പോൾ പണ്ട് ഇതൊരു ആഡംബര വസ്തുവായിരുന്നു, ഇപ്പോൾ അത് എന്തല്ല, ഒരു അത്യാവശ്യ വസ്തുവിന്റെ ഗുണത്തിലേക്ക് വരുന്നു. ഇപ്പൊ എല്ലാ ആളുകളുടെ കുറച്ച് പൈസയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്തായിരിക്കും, ഐഫോൺ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുക. അല്ലെ, കടം വാങ്ങിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, ഐഫോണ് വാങ്ങുക എന്നുള്ളതാണ്. വെറുതെയാണ്, അത് പോട്ടെ, അത് വേറെ സംഭവം. അപ്പൊ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് അസൂയ കൊണ്ട് പറയുന്നില്ല നമ്മൾ ചെയ്യണത്. അപ്പോൾ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ശരിക്കും നമ്മൾ ഈ സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കണമല്ലോ. നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിനനുസരിച്ചുള്ള നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അല്ലെ, ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പോട്ടെ, അതും നമ്മുടെ വേറെ വിഷയമാണ്. അപ്പോൾ ആഡംബര വസ്തുക്കളായി കണക്കാക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ കൂടുതൽ സമ്പന്നരാകുന്നവരെ അത്യാവശ്യ വസ്തുക്കളായി മാറുന്നു. ഇതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയി മാറുന്നു. ഇനി തീരുമാനമെടുക്കൽ, PEDയുടെ പ്രത്യാഘാതങ്ങളാണ്. ഇംപ്ലിക്കേഷൻസ് ഓഫ് PED ഡിസിഷൻ മേക്കിംഗ്. ഇതിന്റെയൊക്കെ വിശദമായിട്ടുള്ള നോട്ട് നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ, കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അത് പഠിക്കാൻ ഉപയോഗിക്കാം. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ ഉപഭോക്താക്കൾക്ക് അത് കൂടുതൽ ഗുണം ലഭിക്കും. അല്ലെ, അത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വിലയിലുള്ള മാറ്റങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇപ്പൊ ഡിമാൻഡ് പ്രൈസ് റിഡക്ഷൻ, ഡിമാൻഡും വില കുറക്കലും. പ്രൈസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, വിലക്ക് കുറവ് സ്വാധീനിക്കാത്ത ഡിമാൻഡുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ നിത്യജീവിതത്തിൽ ഗവൺമെന്റ് പോളിസീസ്, സർക്കാരിന്റെ ടാക്സ് സംവിധാനങ്ങൾ, അത് എങ്ങനെയാണ് ഗവൺമെന്റ് ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് സംവിധാനങ്ങളൊക്കെ ഈ ഒരു ഇലാസ്റ്റിസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റും നിർണ്ണയിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള നോട്ട് നമ്മൾ നമ്മുടെ കോഴ്സിൽ നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, അത് പഠിക്കുക. ഇനി വില ഇലാസ്റ്റികത അളക്കുന്ന രീതികൾ, മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, നമ്മുടെ ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക്കുകളാണ്. ശതമാന രീതി, പെർസെൻറ്റേജ് മെത്തേഡ്. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ഒരു രേഖീയ ചോദന വക്രത്തിലെ വിവിധ ബിന്ദുക്കളിലെ ഇലാസ്റ്റികത നിർണ്ണയിക്കുന്ന വിധം, മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. ജാമിതീയ രീതി ഉപയോഗിച്ച് ഇലാസ്റ്റികത കാണുന്ന വിധം, ജിയോമെട്രിക് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ബിന്ദുവിലെ ഇലാസ്റ്റികത, പോയിന്റ് ഇലാസ്റ്റിസിറ്റി, വൃത്താംശ ഇലാസ്റ്റിസിറ്റി, ആർക്ക് ഇലാസ്റ്റിസിറ്റി, ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പൊ നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് നമ്മുടെ സിലബസിൽ പറഞ്ഞതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നോക്കാം, ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. എന്താണ് ശതമാന ഇലാസ്റ്റിസിറ്റി, പെർസെൻറ്റേജ് മെത്തേഡ്, ശതമാന രീതി, പെർസെൻറ്റേജ് മെത്തേഡ്.
ഈ ഈക്വൽ ചോദനത്തിന്റെ അളവിലെ ശതമാന മാറ്റം ഡിവൈഡ് ബൈ വിലയിലെ ശതമാന മാറ്റം. ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുടെ ഒരു മാത്തമാറ്റിക്കലായിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, അതിൻ്റെ ഫോമുലേക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. മൈനസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു മൈനസ് സൈൻ വരാനുള്ള കാരണം PED ആകുമ്പോഴാണ്. ഇപ്പോൾ ഡിമാൻഡ്, നമുക്കറിയാം ഡിമാൻഡും പ്രൈസും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇക്വേഷനുള്ളിൽ മൈനസ് സൈൻ വന്നിട്ടുള്ളത്. ഓക്കെ, ആ മൈനസ് ഇവിടെ ബാധകമല്ല. ഓക്കെ, നമ്മളതിൻ്റെ ഫൈനൽ വാല്യൂവിലേക്ക് മൈനസ് ഇടണമെന്നില്ല. പക്ഷെ ഇത് PED ആകുമ്പോൾ തന്നെ ഇപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ ആ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ EP ഓരോ നോക്കാം. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, പിന്നെ Q എന്താണ്? ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്, പിന്നെ ഡെൽറ്റ Q ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ദെൻ P ഒറിജിനൽ പ്രൈസ്, ദെൻ ചേഞ്ച് ഇൻ P ചേഞ്ച് ഇൻ പ്രൈസ്, P1 P. ഇത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു കണക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ PED കാൽക്കുലേഷനൊക്കെ. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ ഒരു ശതമാന രീതിയിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ശരിക്കും നമ്മുടെ PED കാൽക്കുലേഷൻ തന്നെ ശതമാന രീതിയാണ് അല്ലെ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, അത് തന്നെയാണ് PED എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. പെട്രോളിൻ്റെ വില ലിറ്ററിന് 60 രൂപയിൽ നിന്ന് 70 രൂപയായി വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ചോദനം 100 ലിറ്ററിൽ നിന്ന് 80 ലിറ്ററായിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ പെട്രോളിൻ്റെ വില ഇലാസ്തികത കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. യെസ്, നമുക്ക് നോക്കാം. ഡേറ്റ പ്രകാരം ആദ്യത്തെ പ്രൈസ് എത്രയായിരുന്നു? 60. ഒറിജിനൽ പ്രൈസ് 60. ചേഞ്ച് ഇൻ പ്രൈസോ 10 ആണ്. എങ്ങനെയാണ്? കാരണം 60 ഉള്ളത് 70ആയി, പ്രൈസ് കൂടുകയാണ് ചെയ്തത്, അതുകൊണ്ടാണ് 10. ആദ്യത്തെ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതിൻ്റെ ചോദനം 100ൽ നിന്ന് 80 ലിറ്ററായി കുറഞ്ഞു എന്നാണ്. അപ്പം 100 ലിറ്ററാണ് ആദ്യത്തെ ക്വാണ്ടിറ്റി, അതാണ് 100. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 80 അല്ല എടുക്കേണ്ടത്, ചേഞ്ച് ആണ്. ക്വാണ്ടിറ്റിയിൽ 100ൽ നിന്ന് 80 കുറച്ചു, 20. ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. വാല്യൂസ് കിട്ടിയില്ലേ? ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മാർക്ക് നഷ്ടപ്പെടില്ല. ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും ഇത് വരികയാണെങ്കിൽ തന്നെ. നിങ്ങളിത് ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ ഒരാളുടെ ഒരു മാർക്ക് പോലും പോകില്ല. എല്ലാവർക്കും കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയില്ലേ? പിന്നെ ഇക്വേഷൻ ഇവിടെ അല്ലേ. കൂടുതൽ മറ്റേ ഫസ്റ്റ് ഓർഡർ ഡെറിവേഷൻ, സെക്കൻഡ് ഓർഡർ ഡെറിവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇൻ്റഗ്രേഷനും ഇതൊന്നും പെർമിറ്റേഷനും സെറ്റ് തിയറി നമുക്കിവിടെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇതിൻ്റെ ആ ഒരു ബേസ് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതാണ് എക്കണോമിക്സിലെ സിദ്ധാന്തങ്ങളും ഇതൊക്കെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു സാധാരണ ഇതിലുള്ള പല ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് പറയേണ്ടി വരും. ഇപ്പം കൂടുതലായിട്ട് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇനി വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 20 ഏതാണ്? ചേഞ്ച് ഇൻ Q, ദെൻ ചേഞ്ച് ഇൻ P പ്രൈസ് 10 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 10. P 60 ആദ്യത്തെ പ്രൈസ്, 100 ആദ്യത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡ്, 1.2. അപ്പോൾ ഇതിവിടെ എന്താ കാണിക്കുന്നത്? ഇതൊരു ഉയർന്ന ഇലാസ്തിക ചോദനമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, യെസ്. കാരണം അവിടെ സംഭവിച്ചത്, അവിടെ എത്ര ശതമാനമാറ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. വിലയിലുള്ള ശതമാനമാറ്റം. നിങ്ങൾ നോക്കുക, അവിടെ ഡിമാൻഡിലെ ശതമാനമാറ്റമല്ല ഏറ്റവും കൂടുതൽ. ഡിമാൻഡിലെ ശതമാനമാറ്റമാണെങ്കിൽ അതെന്ത് തന്നെ ആയിരിക്കും? ശതമാനമാറ്റമാണ് കൂടുതലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പെട്രോൾ എന്ന് കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പെട്രോളൊക്കെ ഇൻഇലാസ്റ്റിക്കിലാണ് വരിക നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? വിലയേക്കാൾ കൂടുതൽ ശതമാനമാറ്റം എന്തിനുണ്ടായി? ഏതിനുണ്ടായിട്ടുണ്ട്? നമ്മുടെ പെട്രോളിൻ്റെ ഡിമാൻഡിന് ഉണ്ടായിട്ടുണ്ട് അല്ല. ശതമാനമാറ്റം വിലയേക്കാൾ ശതമാനമാറ്റം കൂടുതൽ ഡിമാൻഡിനായതുകൊണ്ടാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയത്. അപ്പോൾ പെട്രോൾ കണ്ടുകൊണ്ട് ഇതൊരു ഇൻഇലാസ്റ്റിക് ആണ് ഇതിൻ്റെ ഉത്തരം വരിക എന്ന് ആരും ചിന്തിക്കേണ്ട കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് കേട്ടോ, ഇലാസ്റ്റിസിറ്റി അളക്കുന്ന രണ്ടാമത്തെ മെത്തേഡ്. ഒരു രേഖീയ ചോദന വക്രത്തിലെ വിവിധ ബിന്ദുക്കളുടെ ഇലാസ്റ്റികത നിർണ്ണയിക്കുന്ന വിധം. മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലോ ലീനിയർ ഡിമാൻഡ് കർവ്. ഇത് കുറച്ചുകൂടി ഈസിയാണ്. നോക്കാം. ഒരു ഡിമാൻഡ് കർവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ് ആക്സിസ് ചോദനം, വൈ പ്രൈസ്, ഓരോ പോയിന്റുകൾ 1, 2, 3 പോയിന്റുകൾ ഓരോന്നും മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സെൻട്രൽ പോയിന്റ് A/2, A/2B,
ഇവിടെ A/B എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, രേഖീയ ചോദന വക്രം എക്സ് അക്ഷത്തിൽ ഗണ്ണിക്കുന്ന ബിന്ദുവിൽ ഇലാസ്തികത 0 ആയിരിക്കും. അതാണ് ഇവിടെ രേഖീയ ചോദനം, നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവ് എക്സ് അക്ഷത്തിൽ ടച്ച് ചെയ്യുന്ന ഭാഗം, അതായത് എ, ഇലാസ്തികത ഇവിടെ 0 ആയിരിക്കും. രേഖീയ ചോദന വക്രം y അക്ഷത്തിൽ ഗണ്ണിക്കുന്ന ബിന്ദു ഇവിടെ അനന്തമായിരിക്കും. ഓക്കെ, ഇലാസ്തികത അനന്തമായിരിക്കും. ഇനി ചോദന വക്രത്തിലെ മധ്യബിന്ദു ഇലാസ്തികത 1 ആയിരിക്കും, E=1. ഇനി മധ്യബിന്ദുവും എക്സ് അക്ഷത്തിനും ഗണ്ണിക്കുന്ന ബിന്ദുവിൽ ഇലാസ്തികത 1-നേക്കാൾ കുറവായിരിക്കും. ഇതാ ഇവിടെ മധ്യബിന്ദുവും എക്സ് അക്ഷത്തിനും സെൻട്രലുള്ളത്. അതുപോലെ തന്നെ മധ്യബിന്ദുവും ഈ ഇയും അതുപോലെ തന്നെ y അക്ഷത്തിൽ ഗണ്ണിക്കുന്ന ബിന്ദുവിനുള്ളിൽ ഇലാസ്തികത 1-നേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളത്. ചിലപ്പോൾ ഈ ഡയഗ്രം ഒക്കെ തന്നിട്ട് ഓരോ പോയിന്റുകളൊക്കെ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒന്ന് ശരിക്കും നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുക. വേറെ കൂടുതൽ ആഴത്തിലേക്കൊന്നും നമുക്കിത് പോകേണ്ടതില്ല. ഓക്കെ, യെസ്, ഇവിടെ ഒരു ചോദ്യം കണ്ടോ? രേഖീയ ചോദനത്തിന്റെ അടിസ്ഥാനത്തിൽ Q=20 - 2p എന്ന രേഖീയ ചോദന വക്രത്തിൽ വില 5 ആണെങ്കിൽ വില ഇലാസ്തികത എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് രേഖീയ ചോദനത്തിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. യെസ്, ഇതാണ് രേഖീയ ചോദനത്തിന്റെ വില ഇലാസ്തികത കാണാനുള്ള സൂത്രവാക്യം. ഡയറക്റ്റ് ഇവിടെ പിയിലേക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടില്ല. നമ്മുടെ രേഖീയ ചോദന വക്രത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രേഖീയ ചോദന വക്രത്തിന്റെ ഇക്വേഷൻ ആണ് എന്തുള്ളത്? വില ഇലാസ്തികത കാണാനുള്ളതാണ് -BP / A-BP. ഓക്കെ, -BP / A-B. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ കാൽക്കുലേറ്റും ചെയ്തതാണ്. എന്നാലും ഇവിടെ നമുക്ക് നോക്കാം. -B എന്താണ്? കണ്ടോ, ഈ ചോദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും. -B ആണ് എന്ത്? 2. കണ്ടോ, B 2 ആണ്. ഇനി A ഏതാണ്? ഇവിടെ കണ്ടോ, A 20 ആണ്, P 5 ആണ്. ഇനി വാല്യൂ നേരെ ഇട്ട് കൊടുത്താൽ പോരെ ഇക്വേഷനിലേക്ക്. -B -2 P 5 / A20 -B എന്ന് പറയുന്നത് 2 ആണ്, 5. ഇനി ഒന്ന് ചെയ്ത് നോക്കൂ. -2 × 5 -10 / then ഇവിടെ 2 × ബോർഡ് മാസ് നിയമപ്രകാരം 2 × 5 10, 20 - 10 10. അപ്പോൾ എന്തായിരിക്കും? -10 / 10 = 1. ഇവിടെ നമ്മൾ മൈനസ് സൈൻ നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ജാമിതീയ രീതി ഉപയോഗിച്ച് ഇലാസ്തികത കാണുന്ന വിധം, ജോമെട്രിക് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ രേഖീയ ചോദന വക്രത്തിലെ ഇലാസ്തികത കാണേണ്ടത് ബിന്ദുവിന് താഴെയുള്ള ഖണ്ഡത്തെ ബിന്ദുവിന് മുകളിലുള്ള ഖണ്ഡം കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ ഇലാസ്റ്റിസിറ്റി കാണുന്നത് കീഴ്ഖണ്ഡം / മേൽഖണ്ഡം. ഏതാണ് കീഴ്ഖണ്ഡം മേൽഖണ്ഡം? കണ്ടോ, CB അതല്ല കീഴ്ഖണ്ഡം, താഴെയുള്ളത് അതിനെ മേൽഖണ്ഡം CA കൊണ്ട് ഹരിച്ചാൽ മതി. PC / AC 15/10 1.5 ആയിരിക്കും. ഈസി ആയിട്ട് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതും പഠിച്ചു നോക്കുക, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി പോയിന്റ് ആർക്ക് ഇലാസ്റ്റിസിറ്റി, ചോദന പരിമാണത്തിലെ തീരെ ചെറിയ മാറ്റവും വിലയിലെ തീരെ ചെറിയ മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ബിന്ദുവിലെ ഇലാസ്തികത. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. ആർക്ക് ഇലാസ്റ്റിസിറ്റി, പോയിന്റ് ഇലാസ്റ്റിസിറ്റി, ഒരു ചോദന പരിമാണത്തിലെ തീരെ ചെറിയ മാറ്റവും വിലയിലെ തീരെ ചെറിയ മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ബിന്ദുവിലെ ഇലാസ്തികത. ഇപ്പോൾ ഒരു ബിന്ദുവിലെ അല്ലെങ്കിൽ 2 ബിന്ദുക്കൾക്കിടയിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ ഡിമാൻഡിന്റെ ഇലാസ്തികതയാണ് ഡിമാൻഡിന്റെ പോയിന്റ് ഇലാസ്തികത എടുക്കുന്നത്. ഇപ്പൊ ഡിമാൻഡ് തിരഞ്ഞെടുത്ത 2 ബിന്ദുക്കൾക്കിടയിൽ മധ്യബിന്ദുവിലെ ഇലാസ്തികതയെ ആർക്ക് ഇലാസ്തികത കണക്കാക്കുന്നു. നമ്മൾ ആർക്ക് ഇലാസ്തികത നമ്മൾ പിന്നെ ചർച്ച ചെയ്യും. തിരഞ്ഞെടുത്ത 2 ബിന്ദുക്കൾക്കിടയിൽ മധ്യബിന്ദുവിലെ ഇലാസ്തികതയെ ആർക്ക് ഇലാസ്തികത അളക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ഡിമാൻഡിന്റെ പോയിന്റ് ഇലാസ്തികത അളക്കാനുള്ള ഫോർമുല എന്താണ്? ED = P/QD × dQD / dP. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ കുറച്ചുകൂടി മുന്നിലോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വൃത്താംശ ഇലാസ്റ്റിസിറ്റി ഒന്നുകൂടി നോക്കണം. എന്നിട്ട് നമുക്കതൊന്ന് അതിൻ്റെ ഒരു മാക്സ് ചെയ്യാം. ഒരു ചോദന വക്രത്തിലെ വൃത്താംശത്തിന്റെ ശരാശരി ഇലാസ്തികതയുടെ അളവാണ് വൃത്താംശ ഇലാസ്തികത. ഒരു ചോദനത്തിലെ 2 ബിന്ദുക്കൾക്കിടയിലുള്ള വില ഇലാസ്തികതയുടെ ഗുണോത്തരത്തെയാണ് വൃത്താംശ ഇലാസ്തികത എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു ചോദന വക്രത്തിലെ വൃത്താംശത്തിന്റെ ശരാശരി ഇലാസ്തികതയുടെ അളവാണ് വൃത്താംശ ഇലാസ്തികത. അതായത് ഒരു ചോദന വക്രത്തിലെ 2 ബിന്ദുക്കൾക്കിടയിലുള്ള വില ഇലാസ്തികതയുടെ ഗുണോത്തരത്തെയാണ് വൃത്താംശ ഇലാസ്തികത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം.
തിരഞ്ഞെടുത്ത രണ്ട് ബിന്ദുക്കൾക്കിടയിലെ മധ്യബിന്ദുവിലെ ഇലാസ്തികതയെ ആർക്ക് ഇലാസ്തികത എന്ന് പറയുന്നു. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇനി നോക്കാം, അതിന്റെ ഒരു ഇക്വേഷനെ കൊടുത്തിട്ടുണ്ടതൊന്നും പ്രധാനപ്പെട്ടതല്ല, എന്നാലൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ആർക്ക് ഇലാസ്റ്റിസിറ്റി കാണാനുള്ള സമവാക്യമാണ് എന്നുള്ളത് നോക്കുക. കണ്ടോ, P1 പ്ലസ് P2 ഡിവൈഡ് ബൈ QD1 പ്ലസ് QD2 ഇൻറ്റു ഡെൽറ്റ QD ഡിവൈഡ് ബൈ ഡെൽറ്റ P, വൃത്താംശ ഇലാസ്റ്റിസിറ്റി. ഇനി നമുക്ക് നോക്കാം പോയിന്റ് ആർക്ക് ഇലാസ്തികതയും പോയിന്റ് ഇലാസ്റ്റിസിറ്റിയും ആർക്ക് ഇലാസ്റ്റിസിറ്റിയും A മുതൽ B വരെയുള്ള വ്യത്യാസത്തിന്റെ ഉദാഹരണം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ആദ്യം പോയിന്റ് ഇലാസ്തികത A മുതൽ B വരെ. ഇപ്പൊ A മുതൽ B വരെ ഒന്ന് നോക്കിക്കോളും. അവിടെ ആ ഒരു വിലയിലെ ചെറിയ മാറ്റവും ചോദനത്തിലെ വളരെ ചെറിയ ശതമാനം മാറ്റം തമ്മിലുള്ള അനുപാതമാണ് ഇവിടെ കാണുക നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കണം. ഇപ്പോൾ അളവിൽ ഇപ്പോൾ A നിന്ന് ബിയിലേക്ക് വരുമ്പോൾ ഡിമാൻഡ് 200 ഉള്ളത് 300 ഇപ്പോൾ 200 300 വർധനവ്. അപ്പോൾ അത് എത്രയാണ് അതിന്റെ വർധനവ് എന്ന് പറയുന്നത്? 50% അല്ലേ? ഇനി അടുത്തത് വില എത്രയായിരുന്നു? വില നിങ്ങൾക്ക് ഇവിടെ കാണാം 4, അത് 3 കുറയുന്നു, 1/4. വിലയിലുള്ള മാറ്റം 25% വിലയിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ 50, ഈ മൈനസ് വരാൻ കാരണം എന്തുകൊണ്ടാണ്? കുറവാണല്ലോ എന്നാണ് നമ്മുടെ മൈനസിന് കൊടുത്തു കേട്ടോ. അപ്പോൾ 50 ഡിവൈഡ് ബൈ 25 നമുക്കവിടെ ആ ഒരു മാറ്റം കിട്ടും, അനുപാതം കിട്ടും, -2.0. അങ്ങനെ നമുക്ക് പോയിന്റ് ഇലാസ്റ്റിസിറ്റി കാണാൻ പറ്റും. വളരെ ഈസിയാണ്. ഓക്കെ അല്ല, ഒന്നുകൂടി ഒന്ന് നോക്കുക. ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ കിട്ടിയെന്നുള്ളത് റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് മധ്യബിന്ദു, അതായത് ആർക്ക് ഇലാസ്തികത A മുതൽ B വരെ കാണാൻ പോവാണ്. ഇപ്പൊ Qയുടെ മധ്യബിന്ദു, ഇപ്പൊ നമ്മൾ ഈ മധ്യബിന്ദു വെച്ചാൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോ 200 300 വരെയുള്ള മാറ്റാണല്ലോ. അപ്പൊ അത് എത്രയാണ്? 200നും 300നും ഇടയിലുള്ള ഏതാണ്? 250. അതവിടെ കിടക്കട്ടെ. Pന്റെ മധ്യബിന്ദുവോ, അതായത് 3-ന്ന് 4 അല്ലെ? ഇവിടെ 3-ന്ന് 4ലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ സെൻട്രലുള്ളത് 3.5. അപ്പൊ Q അതിന്റെ ശതമാനം നമ്മൾ കാണാൻ പോവാണ് 100 ഡിവൈഡഡ് ബൈ 250 അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ 100 കിട്ടിയത് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. കാരണം ഇവിടെയുള്ള മാറ്റം 100ആണ്. 250 അതിന്റെ സെൻട്രലുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് എത്രയായിരിക്കും? 40%. ഇനി പ്രൈസ് ഇതുപോലെ തന്നെ 1 ഇവിടെയുള്ള മാറ്റം, ഡിഫറൻസ് 4 3 മാറ്റം 1. അതിന്റെ സെൻട്രലുള്ള വാല്യൂ 3.5. ഇവിടെ നമുക്കിത് 100 ഡിവൈഡ് ബൈ 250 ടൈംസ് 100 പെർസെൻറ്റേജ് കാണല്ലോ. അപ്പോൾ 40 കിട്ടും. അതുപോലെ 1/35 ഇൻറ്റു 100 അപ്പോൾ എത്ര? 28.57 കിട്ടും. PED 40 ഹരിക്കണം -28.57. കുറഞ്ഞതുകൊണ്ടാണ് മൈനസ് വന്നത്. അതിവിടെ പ്രാധാന്യമില്ല. ആൻസർ 1/4 ആയിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, പോയിന്റ് ഇലാസ്റ്റിസിറ്റി ആർക്ക് ഇലാസ്റ്റിസിറ്റി തമ്മിലുള്ള വ്യത്യാസമാണ്. പോയിന്റ് ഇലാസ്റ്റിസിറ്റി give elasticity between two specific points, then give elasticity using midpoint between 2 points. And arc elasticity, point elasticity give different elasticity depending whether price rise or fall. Give same elasticity whether price or fall. Then point elasticity for a large change, the difference will be the greater because which base number used more important, more useful for large changes. Arc elasticity അതും പഠിച്ചു വെക്കുക. ഇനി ചെലവ് രീതിയാണ്. ചെലവ് രീതി ഔട്ട്ലൈൻ മെത്തേഡ് എന്ന് പറയുന്നു. ഇനി ഇതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി നമ്മുടെ സിലബസ് ഒക്കെ മാറിയിട്ട് ഇത് പറയുകയാണെങ്കിൽ നമ്മളത് എടുക്കുന്നതാണ്. നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിൽ ഒരു സാധനത്തിന്റെ വിലയെ അതിന്റെ ചോദനത്തിന്റെ അളവ് കൊണ്ട് ഗുണിച്ചാണ് ചെലവ് കാണുന്നത്. ഓക്കെ, P ഇൻറ്റു Q. ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, വരുമാനത്തിലുണ്ടാകുന്ന മാറ്റത്തോട് ഒരു വസ്തുവിന്റെ ചോദനത്തിനുണ്ടാകുന്ന പ്രതികരണത്തെയാണ് അതിന്റെ വരുമാന ഇലാസ്തികത എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. ഇപ്പൊ ഡിമാൻഡ് വരുമാന ഇലാസ്തികത 5 തരത്തിലുണ്ട്. അതേതൊക്കെയാ നോക്കാം. ഒന്ന് ഉയർന്നത്. എങ്ങനെയാണ് ഇത് ഉയർന്നതാവുന്നത്? ഇപ്പോൾ വരുമാനത്തിലെ വർധനവ് ആവശ്യകതയിലെ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഏകീകൃതം, ഒന്ന് വരുന്നത് വരുമാനത്തിലെ വർധനവിന്റെ അളവിനെയാണ്, വർദ്ധിച്ച ആവശ്യകതയുടെ അനുപാതികമാണ്. വരുമാനത്തിലെ വർധനവ് അളവിനായുള്ള വർദ്ധിച്ച ആവശ്യങ്ങൾക്കുള്ള അനുപാതികമാണ് ഇവിടെ ഉണ്ടാവുക. കുറവാണെങ്കിലോ വരുമാനത്തിലെ വർധനവ് അളവിലെ ആവശ്യകതയിലെ വർധനയേക്കാൾ അനുപാതകമല്ല. 0 ആണെങ്കിൽ വരുമാനം മാറുന്നുണ്ടെങ്കിലും ഡിമാൻഡിന്റെ അളവ് മാറ്റമില്ലാതെ തുടരുന്നു. നെഗറ്റീവ്, വരുമാനത്തിലെ വർധനവ് ആവശ്യകതയിലെ കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, കാരണം കൂടുതൽ വരുമാനം ഉണ്ടായതുകൊണ്ട് ആളുകൾ കൂടുതൽ ചിലപ്പോൾ സാധനം വാങ്ങാതിരിക്കും. ഓക്കെ, ഇനി വരുമാനത്തിൽ താഴ്ന്ന ഉൽപ്പന്നങ്ങളാണെങ്കിലോ ആവശ്യകത നെഗറ്റീവ് വരുമാന ഇലാസ്തികത ബന്ധപ്പെട്ടിരിക്കും. നമ്മൾ പറഞ്ഞു ഇൻഫീരിയർ ഗുഡ് ആണെങ്കിൽ വരുമാനം കൂടുമ്പോൾ അവിടെ
ഒരു ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ വരുമാനം കൂടുക എന്നുണ്ടെങ്കിൽ താഴ്ന്ന ഉൽപ്പന്നങ്ങളോട് നമ്മുടെ ഡിമാൻഡ് കുറയും അല്ലേ. അതേപോലെ തന്നെ സാധാരണ സാധനങ്ങളാണെങ്കിലോ അവിടെ ഒരു പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും. നമ്മുടെ വരുമാനം കൂടുമ്പോൾ സാധാരണ സാധനങ്ങളുടെ ഡിമാൻഡും കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ബന്ധമുള്ള മറ്റൊരു വസ്തുവിന്റെ ചോദനത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് പരസ്പര ഇലാസ്തികത എന്ന് പറയുന്നത്. XED എന്നാണ് ക്രോസ് ഇലാസ്റ്റിറ്റിക്ക് പറയാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കോൺ ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഓഫ് എ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് ബി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചാണ് പറയുക. ഒരു ഉൽപ്പന്നത്തിന്റെ വില മാറുമ്പോൾ മറ്റൊന്നിന്റെ ഡിമാൻഡിന്റെ എന്ത് ചെയ്യുന്നുണ്ട് അളവിലുള്ള പ്രതികരണ ശേഷി അളക്കുന്ന ഒരു സാമ്പത്തിക ആശയമാണ് ഡിമാൻഡിന്റെ ക്രോസ് ഇലാസ്റ്റിറ്റി. പകരമുള്ള സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ഒരു സാധനത്തിന്റെ ആവശ്യം വർദ്ധിക്കുന്നതിനാൽ പകരമുള്ള സാധനങ്ങളുടെ ഡിമാൻഡിന്റെ ക്രോസ് ഇലാസ്തികത എപ്പോഴും പോസിറ്റീവാണ്. പൂരക വസ്തുക്കളുടെ ഡിമാൻഡിന്റെ ക്രോസ് ഇലാസ്തികത നെഗറ്റീവാണ്, കോംപ്ലിമെന്ററി ഗുഡിൻ്റെത്. ഇനി ബന്ധമില്ലാത്ത സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പൊതുവെ ഡിമാൻഡിന്റെ ക്രോസ് ഇലാസ്തികത ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനികൾ പലപ്പോഴും അവരുടെ സാധനങ്ങളുടെ സേവനങ്ങളുടെ വില നിർണ്ണയിക്കുന്നതിനും നിശ്ചയിക്കുന്നതിനും ഡിമാൻഡിന്റെ ക്രോസ് ഇലാസ്തികത ഉപയോഗിക്കുന്നു. കാരണം രണ്ട് സാധനങ്ങൾ ഉണ്ടല്ലോ. പകരമുള്ള വസ്തുക്കൾ വെച്ച് നോക്കുമ്പോൾ വില വർദ്ധിക്കുമ്പോൾ ഒരു സാധനത്തിന്റെ ആവശ്യം വർദ്ധിക്കുന്നതിനാൽ പകരമുള്ള സാധനങ്ങളുടെ ഡിമാൻഡിന്റെ ക്രോസ് ഇലാസ്തികത എപ്പോഴും പോസിറ്റീവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പൂരക വസ്തുക്കളുടെ ആവശ്യകത. ക്രോസ് ഇലാസ്തികത നെഗറ്റീവാണ്. പൂരക വസ്തുക്കൾ കോംപ്ലിമെന്ററി ഗുഡ്. ഒരു ഇനത്തിന്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ ഇനവുമായി അടുത്ത ബന്ധമുള്ള അതിന്റെ ഉപഭോഗത്തിന് ആവശ്യമുള്ളതുമായ ഇനത്തിന്റെ വില കുറയുന്നു. കാരണം പ്രധാന ഉൽപ്പന്നത്തിന്റെ ആവശ്യകതയും കുറയുന്നു. കാരണം രണ്ടും നമ്മൾ ഉപയോഗിക്കണം. ഇനി സ്ഥിര ഇലാസ്തിക ചോദന വക്രങ്ങൾ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്. ഒരു രേഖീയ ചോദന വക്രത്തിലെ വിവിധ ബിന്ദുക്കളിലെ ഇലാസ്തികത 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് മൂല്യവുമാകാം. എന്നാൽ ഏതാനും ചില ചോദന വക്രങ്ങളുടെ ഇലാസ്തികത എല്ലാ ബിന്ദുക്കളിലും സ്ഥിരമായിരിക്കും. റെക്ടാങ്കുലർ ഹൈപ്പോബല പോലെയുള്ള ചോദന വക്രത്തിലെ ഏതൊരു ബിന്ദുവിലെയും ഇലാസ്തികത ഏകാത്മക ഇലാസ്തിക ചോദനമായിരിക്കും. ഓക്കെ, ആ ഒരു ഏകാത്മക ഇലാസ്തികത ചോദനത്തിന്റെ ഒരു ഡിമാൻഡ് കർവിന്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്ഥിര ഇലാസ്തിക ചോദനത്തിനുള്ള ഉദാഹരണമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെയുള്ള വെർട്ടിക്കൽ ചേഞ്ച് 33.3%, ഹൊറിസോണ്ടൽ ചേഞ്ച് 33.3%. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ വെർട്ടിക്കൽ ശതമാനം 25%, ഹൊറിസോണ്ടൽ 25%. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, സ്ഥിര ഇലാസ്തികത ചോദന വക്രങ്ങൾ ഉണ്ടാവുക. ഒരു റെക്ടാങ്കിൾ ഹൈപ്പർബോല പോലെ ആയിരിക്കും. ഓക്കെ, ഇതൊന്നും നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു നോക്കേണ്ടതാണ് പ്രധാനം കോൺസെപ്റ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഡിമാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. വ്യത്യസ്ത വിലകൾ ഉൽപാദകർ വിൽക്കാനായി നൽകുന്ന സന്നദ്ധമാകുന്ന ഒരു വസ്തുവിന്റെ അളവിനെയാണ് പ്രധാനം എന്ന് പറയുന്നത്. വിപണിയിൽ നിലവിലുള്ള വില ഉയർന്നാണെങ്കിൽ അതിന്റെ പ്രധാനം കൂടും. നേരത്തെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം നമ്മളൊരു പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നാണ് ചിന്തിക്കുക. സപ്ലൈ പഠിക്കുമ്പോൾ വില കൂടുമ്പോൾ കൂടുതൽ നമ്മൾ സപ്ലൈ ചെയ്യും. ഒരു നിശ്ചിത വിലക്ക് പ്രദാനം ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ അളവ് അതിന്റെ ഉൽപാദന ചെലവിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഉൽപാദന ചെലവൊക്കെ കൂടുതൽ കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. സപ്ലൈ ഫംഗ്ഷൻ നമ്മളിത് പറഞ്ഞു പോവുകയാണ്, കാരണം നമ്മുടെ സിലബസിൽ പറയുന്നില്ല. എന്നാലും എന്ത് ചെയ്യണം, അതിന്റെ കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. സപ്ലൈ ഒരു ഉൽപാദനം പ്രദാനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ വ്യത്യസ്ത അളവുകളും അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധമാണ് പ്രധാന ധർമ്മം. ഇനി ഇതിന്റെ സാധനത്തിന്റെ വിലയും അതിന്റെ പ്രധാനത്തിന്റെ അളവ് കാണിക്കുന്നതാണ് അതിന്റെ പ്രധാന പട്ടിക. ഇനി ഇതിന്റെ അളവിന്റെയും വിലയും നമ്മൾ ഡയഗ്രാമായിട്ട് വരയ്ക്കുമ്പോൾ അതാണ് അതിന്റെ പ്രധാന ഡയഗ്രം എന്ന് പറയുന്നത്. പ്രധാന ഡയഗ്രത്തിന്റെ കർവ് പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ സപ്ലൈ ഫംഗ്ഷൻ നോക്കുക. QSN = FF/PN F1 FM S എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോന്നും എന്താണ് QSN? N എന്ന ഉൽപ്പന്നത്തിന്റെ പ്രധാന പരിമാണം, PN എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിന്റെ വില, FM1 മുതൽ FM ഉൽപാദക ഘടകങ്ങളുടെ വിലകൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ വിലകളും സപ്ലൈ ബാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കുറവാണെങ്കിൽ കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റും അല്ല. ഇപ്പോൾ ഗവൺമെന്റ് കൂടുതൽ ടാക്സ് ചുമത്തുകയാണെങ്കിലോ നിങ്ങൾ നോക്കുക, സപ്ലൈ കുറയും. കാരണം ഓരോ സപ്ലൈ അതിന് ടാക്സ് കൊടുക്കുന്നു. ഇപ്പോൾ അതേപോലെ സാങ്കേതിക വിദ്യ വളരെ കുറവാണെങ്കിൽ കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റും. സാങ്കേതിക വിദ്യയുടെ ചെലവ് കൂടുതലാണെന്നെങ്കിൽ സപ്ലൈ കുറയും അല്ല. ഇപ്പോൾ ലേബേഴ്സ് ആണ് കൂടുതൽ നല്ലതെന്നുണ്ടെങ്കിൽ, ലേബേഴ്സ് ചീപ്പാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ക്യാപിറ്റലാണ് കൂടുതലെങ്കിൽ അവർക്ക് കൂടുതൽ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ടെക്നോളജികൾ അവർക്ക് ഉപയോഗിക്കാം. ഇനി പ്രധാന നിയമം, ലോ ഓഫ് സപ്ലൈ. ഒരു വസ്തുവിന്റെ വിലയും അതിന്റെ പ്രധാന പരിണാമവും തമ്മിലുള്ള ബന്ധമാണ് പ്രധാന നിയമം സൂചിപ്പിക്കുന്നത്. വസ്തുവിന്റെ വിലയും പ്രധാന പരിമാണവും ഒരേ ദിശയിൽ മാറുന്നു എന്നതാണ് പ്രധാന നിയമം എന്ന് പറയുന്നത്. വില വർദ്ധിക്കുമ്പോൾ പ്രധാനം കൂടുകയും വില കുറയുമ്പോൾ പ്രധാനം കുറയുകയുമാണ് ചെയ്യുന്നത്. നേരത്തെ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ വിലയും പ്രധാന പരിമാണവും തമ്മിൽ നേരിട്ടുള്ള പോസിറ്റീവ് ബന്ധം, നേരിട്ടുള്ള ബന്ധമാണ് പ്രധാന വക്രത്തിന്റെ ചെരിവ് പോസിറ്റീവ് ആകുന്നതിന്റെ കാരണം. ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇങ്ങനെ കാണാം. PS പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ഇൻ പ്രൈസ്. ബാക്കിയൊക്കെ മറ്റുള്ള അതേപോലെ തന്നെയാണ്. ഇവിടെ ഇലാസ്റ്റിക് സപ്ലൈ, ഇലാസ്റ്റിക് സപ്ലൈ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ഉണ്ട്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, യൂണിറ്റ് പ്രൈസ് ഇലാസ്റ്റിക് സപ്ലൈ. ഓരോ നോക്കാം. ഇലാസ്റ്റിക് സപ്ലൈ
വിലയിലുള്ള മാറ്റത്തേക്കാൾ വലിയ ശതമാനം അളവിൽ വിതരണം ചെയ്യുന്ന അളവിൽ മാറ്റം വരുമ്പോൾ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. കണ്ടോ, നിങ്ങളുടെ വിലയിലുള്ള മാറ്റത്തേക്കാൾ കൂടുതൽ മാറ്റമാണ് ക്വാണ്ടിറ്റി സപ്ലൈയിലുള്ളത്. സപ്ലൈ കർവ് മുകളിലേക്കായിരിക്കും പോവുക കേട്ടോ. ഇനി അടുത്തതോ, ഇൻഇലാസ്റ്റിക് സപ്ലൈ. വിലയിലെ മാറ്റത്തേക്കാൾ കുറഞ്ഞ ശതമാനം അളവിൽ വിതരണം ചെയ്യുന്ന അളവിലെ മാറ്റം വരുമ്പോൾ. അപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ വിലയിലെ മാറ്റമാണ് കൂടുതൽ, സപ്ലൈ കുറവും. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. വിലയിലെ മാറ്റം വിതരണം ചെയ്യുന്ന അളവിൽ യാതൊരു സ്വാധീനവും ചെലുത്താത്തപ്പോൾ വെർട്ടിക്കലായിരിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. വിലയിലെ മാറ്റം വിതരണ അളവിൽ പൂർണ്ണമായ മാറ്റത്തിന് കാരണമാകുമ്പോൾ. ചെറിയ പ്രൈസിൽ മാറ്റുള്ള വേരിയേഷൻ ഉണ്ടാവില്ല, പക്ഷേ സപ്ലൈയിൽ ഒരു ചെറിയൊരു മാറ്റം. ഇവിടെ നിങ്ങൾ നോക്കും, വിലയിലെ മാറ്റം വിതരണ അളവിൽ പൂർണ്ണമായ മാറ്റത്തിന് കാരണമാണ്. ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോഴേക്കും ഇവിടെ വലിയൊരു അനന്തമായിട്ടുള്ള മാറ്റം സപ്ലൈയിൽ ഉണ്ടാകുന്നു. യൂണിറ്റ് പി എസ്, വിലയിലെ മാറ്റം വിതരണം ചെയ്യുന്ന അളവിലെ തുല്യ ശതമാന മാറ്റത്തിന് കാരണമാകുമ്പോൾ. ഓക്കെ, യെസ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. പറഞ്ഞ പോലെ ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ നോട്ട്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഏകദേശം ഒരു 80-90 പേജുകളുള്ള ഒരു നോട്ടായിരിക്കും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് പഠിച്ചു പോവുക. അത് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ടോപ്പിക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വരും. നിങ്ങളെങ്ങനെ കറക്റ്റ് വലിയൊരു ബേർഡൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ PPT നോട്ട് കിട്ടും, ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ, ഈ ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, പിന്നെ ഈ ടോപ്പിക്കിൻ്റെ എല്ലാം കമ്പൈൻ ചെയ്തുള്ള നോട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള HSA സോഷ്യൽ സയൻസിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, താഴെയുള്ള നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 8129 529 100 എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് 500 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ മറ്റുള്ള ആപ്പുകളിൽ നിന്നൊക്കെ ഒരുപാട് ഫീ കുറവാണ്. മാത്രമല്ല 3-4 തവണകളായിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കോഴ്സ് ഫീ നിങ്ങൾക്ക് അടച്ച് തീർത്താൽ മതി. ഓക്കെ, താങ്ക് യു.